കാരണം ഞാൻ പറയുമ്പം വിശ്വാസമല്ലായിരിക്കും സ്വാമിക്ക്. സ്വാമിക്ക് എന്തെങ്കിലും ഒരു സത്യങ്ങൾ ബോധ്യമാവും. ഞാൻ സ്വാമിയുമായിട്ട് അടുക്കാതിരിക്കാൻ വേണ്ടി എന്നെക്കുറിച്ച് വേണം മോശമായിട്ട് പറഞ്ഞു കാണുമായിരിക്കാം. എനിക്കതറിയത്തില്ല. കാരണം പറയും. കാരണം ഞാൻ വിളിച്ചതൊന്നും പറയാതിരിക്കാൻ വേണ്ടി ഗുരുമിത്ര സ്വാമിയോട് പറഞ്ഞിട്ടുണ്ട്. സ്വാമിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ പുള്ളിയുടെ ഈ കാണിക്കുന്ന വൃത്തിയുടെ തരങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ്. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കാഞ്ഞത് കൊണ്ടാണ്. പുള്ളിക്ക് വേണ്ടത് ഉഷേനെ പോലെ ഒരു സ്ത്രീനെയാണ്. അപ്പം ഉഷ പിടിക്കപ്പെടുമ്പോഴത്തേക്ക് പുള്ളിയുടെ സോക്കേടും കഴിയും അങ്ങ്. ഈ പുള്ളിയും കൂടെ പൊക്കോളും അങ്ങ്. ഉഷ സന്തോഷ് മാധവന്റെ ആളായിരുന്നു. എന്തായാലും സന്തോഷ് മാധവൻ അകത്തായിപ്പോയി. ഇപ്പൊ അടുത്ത സ്വാമീനെ കിട്ടി. അവൾ ഈ പുള്ളിനെയും കൂടെ അകത്താക്കിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ. അതിനാണ് എന്നെ മോശക്കാരിയാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ സ്വാമിയോട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു, അയാളൊന്നും അല്ല, അയാൾ പപ്പട കച്ചവടക്കാരനാണ്, ഞാൻ പറഞ്ഞിട്ടോ സ്വാമിയായ. അതായത് ഞാൻ സ്വാമിയോട്ടൊന്നും സംസാരിക്കില്ല. കാരണം അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അനങ്ങത്തില്ലല്ലോ. അതിനുവേണ്ടി എന്നെ അത്രയ്ക്ക് സ്വാമി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കുക, എൻ്റെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യുക, ഫ്രണ്ട്സ് വഴി ന്യൂസ് പിടിക്കാൻ നോക്കുക. ഇവരൊക്കെ എന്നോട് പറയാതിരിക്കുമോ? എന്നിട്ട് എല്ലാവർക്കും പൈസ ഓഫർ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഓഫറുകൾ കൊടുത്ത് കയ്യിലെടുക്കുക. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ആരാ? ഈ പുള്ളിയുടെ ഈ ഇമേജ് ഒന്ന് പോയി കഴിഞ്ഞ് തീർന്നില്ലേ പുള്ളി? വീണ്ടും ഹരി എന്ന് പറഞ്ഞൊരു ലേബലിൽ പിന്നെ അറിയപ്പെടത്തുള്ളൂ. സ്വാമി ഗുരുരത്നം എന്നൊന്നും ആരും അറിയപ്പെടത്തില്ല. സദ്വശരണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ശ്രീകുട്ടിയും ശ്രീമതി ആൻറ്റിയും അവരുടെ ചാനലിൽ പറഞ്ഞ ഒരു പോയിൻ്റാണ് ഇന്നത്തെ വിഷയം. ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2018 കാലഘട്ടത്തിൽ ശാന്തിഗിരി ആശ്രമിൻ്റെ ഡൽഹി, ബാംഗ്ലൂർ ബ്രാഞ്ചുകളിൽ ഹെഡായിട്ടിരുന്ന പത്മപ്രകാശ് സ്വാമി പുറത്തുവിട്ട, അത് ഗുരുരത്നസ്വാമി എന്ന് പറയുന്ന ആളിൽ നിന്ന് ഒരു പെൺകുട്ടിക്ക് നേരിട്ട പീഡനങ്ങളും അവരുമായിട്ടുള്ള ഒരു മോശം റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെയുള്ള വാട്സപ്പ് ചാറ്റുകളും അവരുടെ വോയിസും, അവർ പത്മപ്രകാശ് സ്വാമിക്ക് കൊടുത്ത വോയിസും അദ്ദേഹം പുറത്തുവിടുകയുണ്ടായി. അതുകൂടാതെ തന്നെ ഈ പത്മപ്രകാശ് സ്വാമി ഇതിനോടനുബന്ധിച്ചൊരു വോയിസ് പുറത്തുവിട്ടു. ഒരു വോയിസല്ല, 2 വോയിസ് പുറത്തുവിട്ടു. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് ഉള്ള ഒരു വീഡിയോയാണ്. അതിൽ പരാമർശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ശ്രീകുട്ടിയും ശ്രീമതി ആൻറ്റിയുടെയും ആദ്യത്തെ ആ വീഡിയോയിലുള്ള ആ പോയിന്റ് ഞാൻ പറയാം. അപ്പോൾ ഇത് പറയാനുള്ള പ്രസക്ത കാര്യം എന്ന് വെച്ചാൽ 1957 ബ്രഹ്മശ്രീ കരുണാകര ഗുരു അവധൂത യാത്ര നടത്തിയപ്പോൾ, അതായത് 1964 ഗുരു ഈ തിരുവനന്തപുരത്ത് ശാന്തിഗിരി ആശ്രമത്തിൽ വരുന്നത്. അതിനുശേഷം 1978 ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ശാന്തിഗിരി ആശ്രമം രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ 1957 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എത്ര വർഷത്തെ പഴക്കമുണ്ട് ആ കുടുംബമായിട്ട്, കുഞ്ഞിക്കണ്ണ സാറിൻ്റെ കുടുംബമായിട്ട്. കുഞ്ഞിക്കണ്ണ സാറിൻ്റെ 3 കുട്ടികളും ആശ്രമത്തിൽ നിന്നാണ് പഠിച്ചത്. ആശ്രമത്തിൻ്റെ സ്കൂളിൽ ആദ്യത്തെ കാലത്ത് സ്റ്റുഡൻസ് തന്നെയായിരുന്നു. അപ്പോൾ അത്രയും ബന്ധമുള്ള കുഞ്ഞിക്കണ്ണ സാറിനെ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞാൽ ഈ ഗുരുരത്നസ്വാമി എന്ന് പറയുന്ന ഹരികുമാറിൻ്റെ അവൻ്റെ പെണ്ണ് വിഷയം ചോദ്യം ചെയ്തതിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ മകനോട് ചോദിക്കുകയും ആ മകൻ പറഞ്ഞ വോയിസുകൾ വരികയും അതെല്ലാം കോർത്തിണക്കിയുള്ള ഒരു വീഡിയോയാണിത്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ശ്രീമതി ആൻറ്റിയുടെയും ഈ ശ്രീകുട്ടിയുടെയും അവരാ പറഞ്ഞ പോയിന്റ്സ് ഒന്ന്. രണ്ടാമത് ഈ ഗുരുരത്നസ്വാമി എന്ന് പറയുന്ന ആൾ ആധികാരികമായിട്ട് കഴിഞ്ഞ ഒരു ചാനലിൽ നിന്ന് പറയുന്നു സ്ത്രീകളുടെ ബൗണ്ടറിയെക്കുറിച്ചും സ്ത്രീത്വത്തിൻ്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചും അവരുടെ ലിമിറ്റേഷനെ കുറിച്ചും അവരുടെ പോരായ്മകളും ഒക്കെ കുറിച്ച് പറയാൻ പുള്ളി. അപ്പോൾ അതും അതിൻ്റെ ഒരു വീഡിയോ ഇടാം. പിന്നെ അതുകൂടാതെ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിക്കണ്ണ സാറിൻ്റെ മകൻ ജിത്തുവിനെ ഞാൻ വിളിച്ച് എന്തുകൊണ്ടാണ് കുഞ്ഞിക്കണ്ണ സാറ് ഈ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് ചോദിച്ചു. കാരണം അന്ന് നിർമ്മലാ ജിന്നി എന്നൊക്കെ പറയുന്നവർ ഒരുപാട് തെറി പറഞ്ഞെന്നാണ് പറയുന്നത് കുഞ്ഞിക്കണ്ണ സാറിൻ്റെ. കാരണം കുഞ്ഞിക്കണ്ണ സാറിൻ്റെ റിലേറ്റീവാണ് അവർ. എന്നിട്ട് പോലും ആശ്രമത്തിൽ നിന്നുള്ള ഈ അമൃതാജിൻ്റെയും ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരം ഒരുപാട് തെറി പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ചോദിച്ചു. അതുകൂടാതെ പത്മപ്രകാശ് സ്വാമിയുടെ 21 മിനിറ്റുള്ളൊരു വോയിസ് ഉണ്ട്. എന്നുവെച്ചാൽ അദ്ദേഹം ഇവിടുത്തെ എന്നുവെച്ചാൽ അഡ്വൈസറി ബോർഡ്, സന്യാസ സംഘം, ഗൃഹസ്ഥാശ്രമ സംഘം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു വോയിസ് അയച്ചു. അതിനുശേഷം അദ്ദേഹം ഈ കേസുകൾ ഇനി തേച്ചു മായ്ച്ച് കളയും, ഗുരുരത്നൻ ഇടപെട്ട് അവൻ്റെ സ്വാധീനം മൂലം ഇടപെട്ട് അത് തേച്ചു മായ്ച്ച് കളയും, അതിനെ വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അത് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ വോയിസ് പുറത്തുവിട്ടില്ല, ഒരു സ്ത്രീയുടെ ആ വോയിസും കൂടി ഞാൻ ഇതിൻ്റെ ചേർക്കാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആദ്യം തൊട്ടേ ഇതിനെക്കുറിച്ച് പറയാം. കുഞ്ഞിക്കണ്ണ സാർ എന്തുകൊണ്ട് ആശ്രമത്തിൽ നിന്ന് പുറത്തായി എന്ന്
പറയുന്നതിന് മുമ്പ് ഈ പറയുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ഈ പെണ്ണിനെക്കുറിച്ച് ഈ ശ്രീജിത്തിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം നമുക്ക് കേട്ടിട്ട് തുടങ്ങാം, എന്നിട്ട് അതിന് ശേഷം പറയാം. ഇപ്പോൾ ഇയാൾ തന്നെ ഇപ്പോൾ ഗുരുരത്ന സ്വാമിയുടെ ഒരു കേസിൽ ഒരു സ്നേഹ എന്നൊക്കെ പറഞ്ഞ ഒരു ചാറ്റിനെ കുറിച്ചൊക്കെ ഇയാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ വീഡിയോ ഇവർ കുറച്ച് ആൾക്കാർ ഈ ചാറ്റിനെയൊക്കെ കൊണ്ട് കാണിച്ചു തരുന്ന സമയത്ത് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെയൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന സമയമാണ്. പക്ഷെ ആ സമയത്ത് പോലും ആ ചാറ്റ് കണ്ട നിമിഷം ഞാൻ പറഞ്ഞു ഇത് ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. കാര്യം എനിക്ക് ഒന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ഫേക്ക് ആണെന്ന്. കാര്യം അതിനകത്ത് ഓഡിയോ ക്ലിപ്പായിട്ട് ഒരു സ്ത്രീയുടെ വാചകങ്ങളുണ്ട്, പക്ഷേ സ്വാമിയുടെ പേരിലെല്ലാം എഴുതിയേക്കുന്നതാണ്. എന്നിട്ട് ഗുരുരത്ന സ്വാമി എന്ന് സേവ് ചെയ്താൽ ഇപ്പൊ എനിക്ക് ഗുരുരത്ന സ്വാമി എന്ന് സേവ് ചെയ്തിട്ട് ഒരു ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്തുകൂടെ ആരെടുത്ത് വേണമെങ്കിലും? അല്ലെങ്കിൽ സ്വാമിയുടെ സംഭാഷണം അതിനകത്തുണ്ടാവണം. അപ്പൊ സംഭാഷണങ്ങളായിട്ട് ഈ പറയുന്ന സ്ത്രീയോടോ മറ്റു രീതിയിലൊന്നും ഒരു സംഭാഷണങ്ങളും ഇല്ല, വൃത്തികേടുകൾ എഴുതി വെച്ചേക്കുന്നു. അതായത് അപ്പൊ അത് ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ചാറ്റാണെന്നുള്ളതിന് പിന്നെ എന്ത് തെളിവാ വേണ്ടത്? പിന്നെ ഈ സ്വാമിയോട് അങ്ങനെ ചാറ്റ് ചെയ്തിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. കാര്യം നമ്മൾ അദ്ദേഹത്തിനോട് ഫോണിൽ വിളിക്കുമ്പോഴോ അദ്ദേഹത്തിനോട് ചാറ്റ് ചെയ്യുമ്പോഴോ അദ്ദേഹം വളരെ കെയർഫുൾ ആണ്. ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു സമയത്ത് അന്ന് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് വാട്സാപ്പിൽ ഒരു കാര്യത്തിന് സംസാരിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വാക്കുകളിലാണ് അതിന് റിപ്ലൈ തന്നത്. പിന്നെ അധികം റിപ്ലൈയും തരുന്നില്ല. ഫോണിൽ സംസാരിച്ചില്ല, നേരിട്ടാണ് സംസാരിച്ചത്. പിന്നീട് ഇതേപോലെ ഒരു ആവശ്യത്തിൽ ഒരു കംപ്ലൈന്റ് ഞാൻ എഴുതി അയച്ചപ്പോഴും അതേ ഒരു കൂപ്പുകൈ മാത്രമാണ് ഇട്ടത്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി, പുള്ളി ഒരിക്കലും നമ്മളോട് ആരോടും അപരിചിതരോടും സാധാരണ വ്യക്തികളോടും ചാറ്റ് ചെയ്യാറില്ല. അത് കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തെ പോലത്തെ ഒരു വ്യക്തിയുടെ ചാറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹം വളരെ കെയർഫുൾ ആണ് ഈ കാര്യത്തിൽ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള അദ്ദേഹം മാത്രമല്ല എല്ലാ വ്യക്തികളും ഇതേപോലത്തെ കാര്യത്തിൽ കെയർഫുൾ ആണ്. അപ്പൊ ഈ ചാറ്റ് ക്രിയേറ്റ് ചെയ്താണെന്നുള്ളതിന് വ്യക്തമായ ഒരു ബോധ്യം എനിക്ക് വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ചാറ്റ് ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. കേട്ടില്ലേ? ശ്രീകുട്ടിക്ക് ആ ചാറ്റ് കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു, മനസ്സിലായില്ലേ? കാരണം ശ്രീകുട്ടിയായിട്ട് അതിന് മുമ്പ് ശ്രീകുട്ടി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എന്താ 2016-17 കാലഘട്ടത്തിലാണ് ശ്രീകുട്ടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എഴുതിക്കൊണ്ടിരുന്നത്. അത് മറ്റൊന്നുമല്ല, ശ്രീകുട്ടീനോട് കൊടുത്ത ടാർഗറ്റ് ശ്രീകുട്ടി കംപ്ലീറ്റ് ചെയ്തു. എന്നുവെച്ചാൽ ശ്രീമതി ആൻ്റിയുടെ കുടുംബ ബന്ധം തകർക്കുന്നവരെയുള്ള കാര്യങ്ങൾ അത് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ശ്രീമതി ആൻ്റിയെ കെട്ടിച്ചു കൊടുക്കുമെന്നുള്ളതാണ് ശ്രീകുട്ടി വിചാരിച്ചത്, മനസ്സിലായ? അത് നടക്കാതെ വന്നപ്പോൾ വിമർശിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 2018 പത്മപ്രകാശ് സ്വാമി ഈ വിഷയം പുറത്തുവിടുന്നത്. അപ്പോൾ പുറത്തുവിടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വീട്ടിൽ ഗുരുരത്നം കൊണ്ട് പൈസ കൊടുത്തു, മനസ്സിലായ? ഗൃഹസന്ദർശനം ഒരുപാട്, അതായത് ഓരോരുത്തരുടെ ചിലരുടെ വീട്ടിൽ ചെന്ന് 1000 കൊടുത്ത് അവരുടെ റേഞ്ച് അനുസരിച്ചാണ് കൊടുത്തത്. അപ്പോൾ ഓരോ വീട്ടിലും ചെന്നിട്ട് അങ്ങോട്ട് ഓടി ചെന്നിട്ട് എതിർത്ത് നിൽക്കുന്നവരുടെ അടുത്തും എല്ലായിടത്തും ചെന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഈ പറഞ്ഞ ശ്രീകുട്ടീനെയും വിളിച്ചത്. കാരണം ഫോണിൽ വിളിച്ചിട്ട് ഈ ഗുരുരത്നൻ എന്ന് പറയുന്നവൻ ഏറ്റവും കൂടുതൽ ഞാനുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായി? ചില സമയത്ത് വിളിച്ചാൽ ഫോൺ എടുക്കൂലായിരുന്നു. നമ്മുടെ പൈസ മേടിച്ചിട്ട് ഈ സ്നേഹനിധി എന്ന് പറയുന്ന ബാങ്കിലിട്ടിട്ട് ഈ പൈസയുടെ കാര്യത്തിന് അതിൻ്റെ ചെക്കും പിന്നെ പ്രൊഫസർ നോട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതാണ് വാട്സപ്പ് പിന്നെ എന്താ പറയുക, നമ്മുടെ മെസ്സഞ്ചറിൽ മെസ്സേജായിട്ട് എഴുതി പിടിച്ചാണ്, മനസ്സിലായില്ലേ? എൻ്റെ ഫോണിൽ ഒരുപാട് കിടപ്പുണ്ട്. ഈ പറഞ്ഞ ശ്രീകുട്ടിക്ക് കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, മനസ്സിലായ? അന്നത്തെ ഡോക്യുമെൻറ്റ്സ്, അത് നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് ആ ഡോക്യുമെൻറ്റ്സ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ എനിക്ക് പുറത്തുവിടാൻ ബുദ്ധിമുട്ട്, മനസ്സിലായില്ലേ? ഗുരുരത്നന് പോലും നിഷേധിക്കാൻ പറ്റില്ല, അവൻ പോലും നിഷേധിക്കില്ല. ഞാനുമായിട്ട് നിരന്തരമായിട്ട് ഒരുപാട് ചാറ്റുകളുണ്ട്, ഒരുപാട് ചാറ്റുകൾ, മനസ്സിലായി? ഓരോ വിഷയത്തെ ആസ്പദമാക്കി. അപ്പം ശ്രീകുട്ടിയുമായിട്ട് അങ്ങനെ ചെയ്തില്ലെന്നും പറഞ്ഞ് അവൻ സത്യസന്ധനാവുമെന്ന് പറയണത് അത് ശ്രീകുട്ടിയുടെ മാത്രം ബോധ്യമാണ്, മനസ്സിലായത്? അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ആ ഒരു വിവാഹം പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ വെച്ച് നടത്താൻ ബുദ്ധിമുട്ടുണ്ട്, ആൾക്കാരുടെ സമാധാനം പറയേണ്ടി വരുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ നടത്തിക്കോ. അത് ഒട്ടനവധി പ്രണയ വിവാഹങ്ങളൊക്കെ ഇവരിങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്. എങ്ങനെ? അത് പുറത്ത് വെച്ച്. ഇത് മാത്രമല്ല, ഒരുപാട് പ്രണയ വിവാഹങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ആശ്രമത്തിൽ അവർ പങ്കെടുക്കും. എന്നിട്ട് ഈ കല്യാണം കഴിയുമ്പോൾ ഇവിടെ വന്ന് കയറും. ഇവിടെ വന്ന് കയറിയിട്ട് അത് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല, തടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ വന്ന് കയറുമ്പോഴത്തേക്കും ഈ ജെന്നി എടുത്ത്, ഞാൻ സാക്ഷിയാണ് പലയനും, മനസ്സിലായോ? ശ്രീകുട്ടി അതിൻ്റെ ആ ഇലന്തരത്ത് കൂടി നടന്നെന്നും പറഞ്ഞ് സെക്യൂരിറ്റി മാനേജരായ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് പറയാനായിട്ട് ഇവന് നാണമില്ല എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്, മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾക്കൊരാൾ കണ്ടത് കാര്യമോ അയാൾ അനുഭവിച്ച കാര്യമോ പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് പറയണമെങ്കിൽ ഞാൻ ഈ ശ്രീകുട്ടിയുടെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ ആഴത്തിൽ എനിക്കറിയാം. പിന്നെ എനിക്ക് ഇവരുമായിട്ട് ശത്രുത ഉണ്ടാകേണ്ട കാര്യമില്ല. ഇവർ വഴിമുടക്കികളായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് വള്ളിയായി കയറിയപ്പോഴാണ്
നമ്മളിവരെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരെക്കുറിച്ച് നമ്മൾ 3 വർഷത്തിനിപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മളും പറയുന്ന കാര്യങ്ങളെ ഇവരെ അപഹസിച്ച് പരിഹസിച്ച് തുടങ്ങിയപ്പോഴാണ് നമ്മൾ അനുഭവിച്ച വിഷമം, ഈ പറഞ്ഞ കപട ഗുരുവിൽ നിന്ന് നമ്മൾ അനുഭവിച്ച വിഷമം, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചതിച്ച വിഷയം, അതൊക്കെ ആധികാരികമായിട്ട് പറയുമ്പോൾ ഇവർ പറയണ അങ്ങനെയൊന്നുമില്ല, ചന്ദ്രബാബു പറയണ വെറുതെയാണ്. മനസ്സിലായില്ലേ? ഗുരുവിൻ്റെ കുടുംബാംഗം എന്ന് എഴുതി വെച്ച്, പിന്നെ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കുടുംബത്തിലുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ എഴുതി വെക്കാം. ഞാൻ വല്ലവൻ്റെയും പേരല്ലല്ലോ എഴുതിയത്. പിന്നെ ഗുരുവിൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ടാണ് ഗുരു കുടുംബത്തെ എങ്ങനെയാണ് ചേർത്തതെന്ന് ഇവനെങ്ങനെ അറിയാം? ശ്രീകുട്ടിക്ക് എങ്ങനെ അറിയാം? അവൻ്റെ ശ്രീമതി ആൻറ്റിക്ക് എങ്ങനെ അറിയാം? മനസ്സിലായില്ലേ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, എന്നാലും ഞാൻ പറയുകയാണ്. അവരെല്ലാം ബോധ്യപ്പെട്ടു. അപ്പോൾ എങ്ങനെയും വളച്ചൊടിക്കുക, സത്യത്തെ എങ്ങനെയും വളച്ചൊടിച്ച് അതിനെ ഇവരുടെ ഗീതത്തിന് കൊണ്ടുവന്ന് അതിനെ സ്ഥാപിക്കുക. ഈ പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഓഡിയോ ഉണ്ട്. പിന്നെ ഇവർ ഈ പത്മപ്രകാശ് സ്വാമി ഇതൊക്കെ പുറത്തു വിട്ടിട്ട് നേരെ ജീവരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടും. കാരണം വെച്ചാൽ ഇവരുടെ ഇല്ലീഗൽ ഗുണ്ടകളെയൊക്കെ അറിയാം, മമതാജിൻ്റെ ഗുണ്ടകളെയൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് നാട് വിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് ഒളിച്ച് 1 വർഷം താമസിക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാമിക്ക് വേണ്ടി പോലീസ് കംപ്ലൈൻറ്റുകൾ കൊടുത്ത്, അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായി. ആ അന്വേഷണത്തിൽ നിന്നൊക്കെ ഇവിടെ ആശ്രമത്തിൽ ഈ പറഞ്ഞ ഗുരുരത്നൻ ഇത് തടിതപ്പി എങ്ങനെയാണെന്ന് അറിയാമോ? ഗുരുരത്നൻ തടിതപ്പി എന്ന് പറഞ്ഞാൽ ഈ പശുക്കടത്ത്, അതായത് ശ്രീലങ്കയിലായിട്ട് 1000-2000 പശുക്കളാണ്. അതിൻ്റെ മെയിലേഷ്യൻ്റെ ഡോക്യുമെൻറ്റ്സാണ് ഇത് മൊത്തം. ഇത് പത്മപ്രകാശ് സ്വാമിയുടെ പോലീസ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പോലീസ് ഹറാസ്മെൻറ്റും ഉണ്ടായി, ഇവരുടെ ഗുണ്ടകളിൽ നിന്നുള്ള ആക്രമണ ഭീതി ഉണ്ടായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത്, പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ മുഖാന്തരം അത് കൊടുത്തപ്പോൾ അതിന് അനുകൂല വിധിയും കിട്ടി. അപ്പോൾ അന്നാണ് യഥാർത്ഥം പുറത്തു വരുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ആരോപണം എന്ന് പറഞ്ഞാൽ 2000 പശുവിനെ മറ്റേ ശ്രീലങ്കയിലേക്ക് കടത്തണം ആശ്രമത്തിൻ്റെ ലേബലിൽ. അപ്പോൾ ആശ്രമത്തിൻ്റെ ലേബലിൽ അതെല്ലാം റൂട്ടൊക്കെ ഈ പത്മപ്രകാശ് സ്വാമിയാണ് കറക്റ്റ് ചെയ്തത്. പക്ഷേ പത്മപ്രകാശ് സ്വാമിയുടെ ഒരു അഭാവത്തിൽ ഇവർ ഈ അതിന് ടൈമില്ല. അപ്പോൾ ചെന്നൈയിലുള്ള ആനിമൽ ഹസ്ബൻഡറി വെറ്റിനറി സർവീസിൻ്റെ അവിടുത്തെ ഓഫീസറുടെ അവിടുത്തെ ഡയറക്ടറുടെ ഒരൊപ്പ് ഇവർ കള്ളൊപ്പിട്ടു. മനസ്സിലായി? ആര്? ഗുരുരത്നൻ. എന്നിട്ട് പത്മപ്രകാശ് സ്വാമിയുടെ അത് സ്കാൻ ചെയ്ത് വെച്ച് വേറൊരു സ്ഥലത്തുനിന്ന്. കാരണം അതിലെന്തോ കറക്ഷൻ ഉണ്ടായിരുന്നു. ആ കറക്ഷന് വന്നപ്പോൾ ഡൽഹിയിലാണ്, ഇവിടെ നിന്നുള്ള ഡൽഹി കൊണ്ടേ കൊടുത്തിട്ട് ഡൽഹിയിൽ നിന്ന് എന്തോ തിരുത്താൻ പറഞ്ഞ് ഇങ്ങോട്ട് അയച്ചപ്പോൾ പറഞ്ഞാൽ ഇവിടെ നിന്ന് സമയത്ത് അത് ഒപ്പിട്ട് കിട്ടാത്തതുകൊണ്ട് യുവന്മാരത് നേരെ ആ പ്രോജക്റ്റ് ക്യാൻസലായിപ്പോയി. ഈ ഗുരുരത്നൻ ഇടപെടലിൽ അത് നേരെ അത് സ്കാൻ ചെയ്ത് വെച്ചിട്ട് ആ കുറ്റം മൊത്തം പത്മപ്രകാശ് സ്വാമിയുടെ ഈ പറയുന്ന പെൺകുട്ടിയുടെ വോയിസ് ചാറ്റൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ പത്മപ്രകാശ് സ്വാമിയുടെ പെടലേക്ക് വെച്ച്. മനസ്സിലായോ? അതിൻ്റെ ഡീറ്റെയിലാണ് മൊത്തം മെയിൽ അയച്ചതിൻ്റെ, അതിൽ കള്ളൊപ്പ് ഇട്ടതിൻ്റെ. പക്ഷേ അവിടെ നിന്നിട്ട് ആശ്രമം ഇതുകൊണ്ട് മാത്രമാണ് അവർ ആ ഉദ്യോഗസ്ഥൻ അതിന് എന്താ പറയുക, ഇവർ ചെയ്തു വെക്കുന്നത് എല്ലാം ആശ്രമത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ് നടക്കുന്നത്. ആ ഗുരുരത്നൻ്റെ പ്രവൃത്തി, അമൃതാജിൻ്റെ പ്രവൃത്തി, ഒരുപാട് വഞ്ചനകൾ ചെയ്യുന്നതിൻ്റെ. അപ്പം സർക്കാർ സംവിധാനത്തിൽ പോലും ഇവർ ചെയ്ത് അങ്ങനെ കാണിച്ചു കൂട്ടിയ എല്ലാം പത്മപ്രകാശ് സ്വാമിയുടെ മുഖത്ത് വെച്ച്. ഇവർക്ക് ഒരു ഏരിയയല്ലേ ആവശ്യം, പത്മപ്രകാശ് സ്വാമി അറിയാതെ ഇതിൻ്റെ അകത്തളങ്ങളിൽ. എന്നാൽ പത്മപ്രകാശ് സ്വാമി നേരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോലീസ് പ്രൊട്ടക്ഷൻ പോയപ്പോൾ അമൃതാജിൻ്റെ ഗുണ്ടകൾ, ഗുരുസ്വാമിയുടെ ഗുണ്ടകൾ മൂലം സ്വാമിയുടെ ജീവന് അപകടമുണ്ടെന്നും പറഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷൻ പോയപ്പോൾ ഇവർ ഇതിൻ്റെ രേഖയൊന്നും പറഞ്ഞില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇതിൻ്റെ ആവശ്യം അന്ന് വന്നില്ല. അതുകൂടാതെ തന്നെ പക്ഷെ എല്ലാം പത്മപ്രകാശ് സ്വാമി നമുക്ക് തന്നിരുന്നു. അപ്പോൾ ആ രേഖകളുടെ കോപ്പികളാണ് മൊത്തം ഇത്. അവർ മെയിൽ അയച്ചതും മെയിൽ തിരിച്ചു വന്നതും അങ്ങനെ അന്നത്തെ ആ പ്രൊസീജിയറിൻ്റെ മൊത്തം പേപ്പറാണിത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഈ പറയുന്ന ഗുരുരത്നസ്വാമി എന്ന് പറയുന്ന ആളുമായിട്ട് എന്തോ അലയൻസ് ഉണ്ടായിരുന്നു. അവരെ സാമ്പത്തികമായിട്ട് ചതിച്ചു, മാനസികമായിട്ട് ചതിച്ചു, അല്ലാതെ വിവിധ കാര്യങ്ങളിൽ അവരെ വിവാഹം കഴിച്ചു എന്ന് പോലും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. മനസ്സിലായി? അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന വീട് സന്ദർശനം, എല്ലാ വീട്ടിലും സന്ദർശനം, നിർബന്ധിത സന്ദർശനം. ആദ്യം വന്നിച്ചും പറഞ്ഞിട്ട് പോകും. എൻ്റെ ഫ്രണ്ടിൽ വീട്ടിലൊക്കെ അവർ വഴക്കിട്ട് നിൽക്കുന്ന ആ വീടുകളിൽ വരെയും ഗുരുരത്നം വന്ന് കയറി പൈസ കൊടുത്തു. മനസ്സിലായ? അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന വേറെ ഒന്നുമല്ല. പിന്നെ അത് തന്നെയല്ല,
ഈ ശാന്തിഗിരിയിൽ നിന്ന് പിരിച്ചുവിട്ട 60 വയസ്സ് കഴിഞ്ഞ് ഗുരു അങ്ങനെ ഒരു പെൻഷൻ പ്രായം പ്രഖ്യാപിച്ചിട്ടില്ല. ആരോഗ്യമുള്ള കാലത്തോളം സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യണം, കർമ്മം ചെയ്യണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇയാൾ വന്നിട്ട് അത് കമ്പനി സിസ്റ്റം പോലെ ആക്കി, അയാളുടെ അധീനതയിലാക്കി, അയാളുടെ കുടുംബാംഗങ്ങളെയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച്, കീ ഹോളിൽ വെച്ച്, അപ്പം അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് വേണ്ടപ്പെട്ടവർക്കൊന്നും പെൻഷനില്ല, പെൻഷൻ സമ്പ്രദായം ഇല്ല. ഇവർക്ക് എതിർപ്പുള്ള കുടുംബങ്ങളിലേക്ക് പെൻഷൻ കൊടുത്ത് വിളക്കം കൊടുത്ത് പറഞ്ഞു വിടും. അപ്പം അങ്ങനെ കൊടുത്ത വീടുകളിലും വരെ പോയിട്ട് രണ്ടാമത് ജോലിക്ക് കയറ്റാമെന്നും പറഞ്ഞ് ആൾക്കാരെ ആ സമയത്ത് ആൾക്കാരെ കയ്യിലെടുത്തു. അതിൻ്റെ കൂടെ ഇദ്ദേഹത്തിനും എടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന് വിളിച്ചിട്ട് നേരിട്ട് പറഞ്ഞ് ഫോണിൽ സംസാരിക്കണം, നേരിട്ട് വാ, നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ എന്താ പറയുക, കെട്ടിക്കോ, നമ്മളുടെ സപ്പോർട്ട് ഉണ്ടാവും, ഇന്ന പോലെ ചെയ്താൽ മതി, നമ്മൾ ഇവിടെ കെട്ടണ്ട, ഇവിടെ കെട്ടിയാൽ ഒരുപാട് ആൾക്കാരുടെ സമ്മാനം പറയേണ്ടി വരും, അതുകൊണ്ട് ചെമ്പഴന്തി പോയി വിവാഹം കഴിച്ചോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ചോ, എന്നിട്ട് ഇവിടെ വന്നിട്ട് കണ്ടാൽ മതി, ഗുരു എന്നും പറഞ്ഞിരിക്കണ കപട ഗുരുവിനെ കണ്ടാൽ മതി, അവർ എല്ലാം ചെയ്തു തരും, ബാക്കിയെല്ലാം. മനസ്സിലായില്ലേ? അതിൻ്റെ സൗകര്യങ്ങളെല്ലാം ബാക്കി പിന്നെ എവിടെ കിട്ടിയാൽ എന്താണ്, ബാക്കി കാര്യങ്ങൾ ചെയ്താൽ പോരെ എന്നുള്ള മനോഭാവത്തിൽ ചെയ്യിച്ചതാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ള പൂശുന്നത്, നല്ല സോപ്പൊക്കെ ഇട്ട് എന്താ കുളിപ്പിക്കുകയും പതപ്പിച്ച്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിൽ എനിക്കിതാണ് ഈ ശ്രീ കുട്ടീനോട് പറയാനുള്ളത്, ശ്രീമതി ആൻറ്റീനോടും. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ ഒരുപാട് ശ്രീപീഡനങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രക്ഷ എന്താ, കൊല്ലം മയ്യനാട് പോയിട്ട് അടി കിട്ടി. ദയാജന്യ എന്ന് പറഞ്ഞ ആ ജന്യയുടെ വീട്ടിൽ പോയിട്ട് ആ ജന്യനെ മോശമായിട്ട് പെരുമാറിയ കൊണ്ടാണ് 2002-2003 കാലഘട്ടത്തിൽ കൊല്ലം മയ്യനാട് എന്നപ്പോൾ അടിച്ച് ശരിയായി കളഞ്ഞു. ഈ പറഞ്ഞ അമൃതാജന്യ എന്ന് പറഞ്ഞവരെയും ഈ ഗുരുരത്നൻ എന്ന് പറഞ്ഞവനെയും പിന്നെ ഇപ്പം അടുത്ത് മരിച്ചു പോയിരുന്നുണ്ട് ഗുരുമിത്രൻ, അവനെയൊക്കെ എടുത്തിട്ടടിച്ച്. മനസ്സിലായോ? കാരണം വേറൊന്നും കൊണ്ടല്ല, അത്രക്ക് പീഡനമാണ് ആ ദയാജന്യ എന്ന് പറഞ്ഞ ജന്യയോട് കാണിച്ചത്. പിൻകാലത്ത് നമ്മളുമൊക്കെ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ശ്രീകുട്ടിയനൊക്കെ പിന്നെ അങ്ങേറ്റം ശക്തമായിട്ട് ഇവർക്ക് വേണ്ടി വാദിച്ച ആൾക്കാരാണ്. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ അന്വേഷിച്ച് വന്നപ്പോഴല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ ഇതേപോലെയുള്ള ഈ പറഞ്ഞ ഈ എന്താ പറയുക വൈതരണികളും ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഇവർ കാണിച്ചപ്പോഴാണ് എൻ്റെ അനിയൻ്റെ മരണം, നമ്മുടെ സ്വത്ത് തട്ടിക്കലി, പണം തട്ടിക്കലി. മനസ്സിലായത്? ഒന്നുമില്ലാത്ത നമ്മൾ, പക്ഷെ പോട്ടെ, നമ്മളെ മാത്രമേ പോട്ടെന്ന് വെക്കാം. ഇത് ഒരുപാട് ആൾക്കാരാണ്. ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അമൃതാജന്യ ഇടപെട്ട് രാജപാളയത്ത് ശിവസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കൊണ്ട് എത്ര കുട്ടികളുടെ ഗർഭപാത്രം റിമൂവ് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? അത് മോശമായ അർത്ഥത്തിലല്ല, നല്ല കുട്ടികൾ ജനിക്കും. ഗുരു വിവാഹം നടത്തി കൊടുത്തിട്ട് നല്ല കുട്ടികൾ ജനിക്കുമെന്ന് ഉറപ്പുള്ള ആ കുടുംബ ബന്ധങ്ങളാണ് ഇവർ തകർത്ത് കളഞ്ഞത്. അവിടെ നിൽക്കുന്ന അവിടുത്തെ കുട്ടികളുടെയാണ്, അവിടുത്തെ സ്ത്രീകളുടെയാണ് ഈ പറഞ്ഞ ഗുരു നടത്തി കൊടുത്ത വിവാഹത്തിൻ്റെ ആ കുട്ടികളുടെയാണ് ഗർഭപാത്രം, യൂട്രസിൻ്റെ എന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചു കൊടുത്തു. അവർക്ക് പോലും ഇന്നും അറിയാൻ പാടില്ല പലർക്കും. മനസ്സിലായോ? ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോഴിക്കോട് കോടതിയിലൊരു കേസ് വരെ നടന്നിട്ടുണ്ട്. നമ്മുടെ ഗുരുമാർഗം പ്രകാശിസഭ എന്തുകൊണ്ട് എന്തിനെന്നുള്ള ആ ബുക്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, അതിൻ്റെ പേപ്പർ. മനസ്സിലായില്ലേ? അതിൻ്റെ കേസ് നമ്പറും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ അതിൽ പറഞ്ഞേക്കുന്ന മൊഴി എന്താണെന്നറിയാം. ഇതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. ഇത് ശിവസുബ്രഹ്മണ്യൻ ഡോക്ടർ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു സത്യവാങ്മൂലമാണ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് 2002 ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഗുരു നിർദ്ദേശപ്രകാരം, അതും ഗുരുവിൻ്റെ പേര് പറഞ്ഞിട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രഹ്മശ്രീ എന്ന് വെച്ചാൽ നവജ്യോതി ശ്രീ കരുണാകര ഗുരു എന്ന് നമ്മൾ നവജ്യോതി എന്ന് പറയത്തില്ല, ബ്രഹ്മശ്രീ എന്നേ പറയുള്ളൂ. ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് ചെയ്തത്. ഗുരു 1999 ദേഹവിയോഗം ചെയ്ത്, പിന്നെ ഈ അമൃതാജന്യ ഗുരുവിൽ നിന്ന് കിട്ടുന്നു പറഞ്ഞിട്ട് അതെല്ലാം ഗുരുവാക്കായിട്ട് എന്താ ഒഫീഷ്യലായിട്ടുള്ള ഒരു രേഖയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അദ്ദേഹം മരിച്ചു ഇപ്പോൾ എവിടെയോ കിടന്നു, ഈ ശിവസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് മാത്രം പാതകങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഈ അമൃതാജന്യ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ എന്താ പറയുക, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ്, കുടുംബം തകർത്തവനെ കൊണ്ട് തന്നെ കെട്ടിപ്പിച്ചു. അതിനുള്ള വഴികൾ അവർ പറഞ്ഞു കൊടുത്തു. അമൃതാജന്യ ഗുരുരത്നസ്വാമിയും അവർ തമ്മിൽ അലയൻസ് ചെയ്ത് നീ ഇന്ന പോലെ ചെയ്തോ, നീ ഇന്ന പോലെ ചെയ്താൽ മതി എന്നുള്ളത്. മനസ്സിലായില്ലേ? ഈ ആർട്ടിക്കിൾ എഴുതാൻ പോയതാണ്, ഗുരുവിൻ്റെ ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി ഭർത്താവിനെ കൊണ്ട് ഈ പറയുന്ന ആളുടെ വീട്ടിൽ കൊണ്ട് ആക്കി കൊടുക്കും. അങ്ങനെ ഇവർ തമ്മിൽ അതിൻ്റെ ഇടക്കാണ് ഈ അമൃതാജന്യയുടെ ഇടപെടൽ. ഈ പറയുന്ന ഭർത്താവിനോട് ഒരു കാര്യം ഏൽപ്പിക്കുന്നു, അവിടെ ഇയാളെ പറഞ്ഞു വിടുന്നു. അപ്പോൾ ഇയാൾ പോയി അത് കണ്ടതായിട്ട് രേഖ ഉണ്ടാക്കുന്നു, സാക്ഷിയാവുന്നു. പിന്നെ എന്താ പറയുക, അമൃതാജന്യ പറയുന്നു,
മോളൊന്നും ചോദിക്കരുതെന്ന് പറയുന്നു, മോളൊന്നും ചോദിക്കാതിരിക്കുന്നു. അങ്ങനെ ആദ്യത്തെ കൊച്ചിനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു പോക്ക് പോയത്. പിന്നെ രണ്ടാമത്തെ കൊച്ചിന് 8 മാസം ഉള്ളപ്പോഴാണ് പിന്നെ എന്താ പറയുക പിന്നെ ഒരു ഒളിച്ചോട്ടം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരുപാട് വർഷത്തെ ഇതൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവരുടെ ആ ഒരു വീഡിയോ. ആ വീഡിയോനെ പരാമർശിച്ച് തന്നെ ഞാൻ പറയാം. ഇപ്പോൾ പറയേണ്ട ഉദ്ദേശം എന്ന് വെച്ചാൽ ആ പറയുന്ന ഒരു ലേഡിയുടെ ആ ഒരു ഇപ്പോൾ ശ്രീകുട്ടി പറഞ്ഞ അവരുടെ ആ വിഷയത്തെ അനുസ്മൃതമാക്കി കുഞ്ഞിക്കണ്ണം സാറിനെ എങ്ങനെ പുറത്താക്കി എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഗുരുരത്നൻ്റെ അടുത്തൊരു ഇത് കേൾക്കാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ബൗണ്ടറികളെ കുറിച്ച് പറയുന്നത് ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുന്നത് മുറിയുന്ന ഇവിടെ വെച്ചാണ്. സംസാരിക്കാനെന്ന് പറയുന്നത് പണ്ടൊക്കെ തിരക്കുകൾക്കിടയിൽ സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിരുന്നു വിചാരിക്കും. ഇന്നെന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്കെന്ന് പറയുന്നത് അവരെ ആ തരത്തിലെന്ന് പറഞ്ഞാൽ പരിഗണിക്കാൻ സാധിക്കുന്നില്ല. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ വിഷമങ്ങൾ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ആര് എന്ന് പറയുന്നൊരു സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഭർത്താവ് ഭാര്യ, അല്ലെങ്കിൽ അച്ഛൻ അമ്മ, സഹോദരൻ സഹോദരി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക ഒരു കാമുകൻ കാമുകി അല്ലെങ്കിൽ ഫ്രണ്ട്, ഈ പറയുന്ന ബൗണ്ടറികളിൽ എല്ലാത്തിനകത്തും ഒരു ബൗണ്ടറി ഉണ്ട്. ഈ ബൗണ്ടറി തിരിച്ചറിയപ്പെടാതെ പോകുന്നൊരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ പലപ്പോഴും മുറിഞ്ഞു പോകുന്നത്. കേട്ടില്ലേ? സ്ത്രീകളെക്കുറിച്ച് ഭാര്യ ഭർത്ത് ബന്ധം അല്ലെങ്കിൽ കാമുക ബന്ധം എല്ലാം ബൗണ്ടറികളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം കേട്ടോ. എല്ലാം കൃത്യമായിട്ട് അറിയാം എന്താണ് സംസാരിക്കാൻ എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞില്ലേ. അപ്പം നമുക്ക് ഇതിനാസ്പദമായിട്ട് ആദ്യം പത്മപ്രകാശ സ്വാമി പുറത്തുവിട്ട ആ ലേഡിയുടെ ആ ഒരു വോയിസ് കൂടി കേൾക്കാം. ഇദ്ദേഹത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത് ടെസ്റ്റ് മാത്രമാണോ? ശ്രീകുട്ടി പറഞ്ഞതെന്താണ്? ടെസ്റ്റ് കുറേ വാട്സപ്പ് ചാറ്റുകൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. ഇതിനവർ വ്യക്തമായിട്ട് ഇയാളുടെ പേരൊക്കെ പറയുന്നുണ്ട്, ഇയാളുടെ സ്വഭാവങ്ങൾ പറയുന്നുണ്ട്, ഇയാളെക്കുറിച്ചുള്ള എല്ലാ ഏകദേശ കാര്യങ്ങളും പറയുന്നുണ്ട് അവർ. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പരമപ്രകാശസ്വാമിയുടെ ഇത് കേൾക്കാം. ആദ്യം ഈ പറയുന്ന സ്വാമി പുറത്തുവിട്ട ചാറ്റ് മാത്രമല്ല, ചാറ്റിന് പ്രസക്തിയില്ല, അത് ശരിയാണ്. ചാറ്റുകൾ മാത്രമാണെങ്കിൽ ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ വോയിസിനെ കുറിച്ച് ശ്രീകുട്ടി ഒന്നും പറയുന്നില്ല, ശ്രീമതി ആൻറ്റി ഒന്നും പറയുന്നില്ല. അപ്പം മാക്സിമം വെളുപ്പിക്കാൻ നോക്കണേണ് അവരുടെ വീഡിയോയിലൂടെ. അപ്പം നമുക്കതൊന്ന് കേൾക്കാം. സ്വാമി ഗുരുരത്ന സ്വാമി എന്നെ വളരെ മോശക്കാരിയാക്കുവാണ് എല്ലാവരുടെ മുന്നിലും. എൻ്റെ നാട്ടിലെ കോൾ ഡീറ്റെയിൽസ് എടുത്തു, ദുബായിലെ കോൾ ഡീറ്റെയിൽസ് നേരത്തേത് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം സ്വാമിക്ക് തന്നെ അറിയാമല്ലോ, ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് കോൾ ഡീറ്റെയിൽസ്. അതെടുത്ത് കഴിഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്താൽ ഉണ്ടാകുന്ന എന്താണെന്ന് സ്വാമിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതുപോലെ തന്നെ എൻ്റെ FB യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള FB ലൈക്ക് ചെയ്തവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാ രീതിയിലും എൻ്റെ ഫ്രണ്ട്സിനെ പല രീതിയിൽ നമ്മളെ മോശക്കാരിയാക്കി, നമ്മളുടെ ഇങ്ങനെ ഡീറ്റെയിൽസുകളെല്ലാം തപ്പി നമ്മളെ അപകടപ്പെടുത്താൻ നടക്കുകയാണ്. ശരിക്കും പുള്ളി എന്നെ കൊല്ലാൻ നടക്കുകയാണ്. ഇതൊക്കെ ചേർത്തൊരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നതെന്ന് സ്വാമിക്ക് നല്ലപോലെ അറിയാമല്ലോ. കാരണം ഈ ഉഷയെന്ന് പറഞ്ഞ സ്ത്രീയുമായിട്ട് സ്വാമി കൂടിയിട്ട് വളരെ വളരെ വൃത്തികെടുതരാണ് എനിക്കെതിരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ പല തരത്തിലാണ് അപകടപ്പെടുത്താൻ നോക്കുന്നത്. കാരണം ഇതിനെല്ലാം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇവർ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എൻ്റെ കയ്യിൽ കറക്റ്റായിട്ടുള്ള തെളിവുകളുണ്ട്. ഞാനിതെല്ലാം ചേർത്തിട്ട് ഇനിയും കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ഒരു സ്ത്രീയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നതിലും എന്താ പറയണ്ടേ, ശല്യപ്പെടുത്തുന്നത് പോട്ടെ, നമ്മളെ അപകടപ്പെടുത്താനാണ് നോക്കുന്നത്. അതുകൊണ്ട് ആ ഉഷയെന്ന് പറഞ്ഞ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്വാമിക്ക് തന്നെ അറിയാവുന്നതാണ്, പെൺവാണിഭവും കള്ളക്കടത്തും കൊലപാതകവും ഒക്കെയാണ്. ഇവർക്കെതിരെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, ശാന്തിഗിരി എന്ന് പറഞ്ഞ സാധനം മൊത്തം പൊളിഞ്ഞു പൊക്കോളും. ഈ ഒരു കാര്യത്തിനാണ് ഞാൻ സ്വാമീനെ തടസ്സം നിന്നത്. അവരോട് പോകരുത്, അല്ലെങ്കിൽ അവരുമായിട്ട് കമ്പനി പോകരുതെന്ന് പറഞ്ഞിട്ട് കാര്യം ഇതാണ്. അപ്പം ഇവർക്കൊക്കെ ആവശ്യം പെണ്ണുങ്ങളെയാണ്. ആ വർഗീസ് കുര്യന് കുറേ പെണ്ണ് കൂട്ടി കൊടുക്കുന്നു, വർഗീസ് കുര്യൻ്റെ വീട്ടിലെത്തിക്കുന്നു, ഇവരുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ സ്വാമി നോക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും വലുതെന്ന് കരുതി. അപ്പം ഇതെല്ലാം ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത്രയൊക്കെ എന്നെ ഉപദ്രവിച്ചത്. ഇനി എനിക്കത് പറ്റത്തില്ല. കാരണം എൻ്റെ വഴികളെല്ലാം പുള്ളി എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് മോശക്കാരിയാക്കുവാണ് ഈ ഉഷ വഴി. അതുകൊണ്ട് ഇനി ഞാൻ ആശ്രമത്തിൽ വന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ജീവിക്കും. ഞാനിപ്പം ദുബായിലാണ്, ഞാൻ ഇവിടുന്ന് നേരെ ആശ്രമത്തിലോട്ട് വരും. എന്നെ അവിടെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം അത്ര ദ്രോഹമാണ് ഈ പുള്ളി എന്നോട് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഇവിടെ ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ആശ്രമത്തിലോട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് വരുന്നത്. പിന്നെ ഞാൻ അവിടുന്ന് പോകത്തില്ല, അത് ഉറപ്പാണ്. അതിന് യാതൊരു മാറ്റമില്ല.
ഞാൻ ഈ പറയുന്നത് സ്വാമിക്ക് വിശ്വാസമില്ലേ? സ്വാമി ഈ ഗുരുരത്നത്തിനെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ സ്വാമിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആ ആശ്രമത്തിലുണ്ടെന്ന് പറയുകയും രാത്രി ചെന്ന് നോക്കുവാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഫ്ലാറ്റിൽ കാണും ലേക്ക് വ്യൂ, ആർടെക് ലേക്ക് വ്യൂ നോക്കിയാൽ മതി. അതിനകത്ത് കുറേ പെണ്ണുങ്ങളും കാണും, കുറേ ഡ്രിങ്ക്സും കാര്യങ്ങളും സ്വാമിയും കാണും. ഒരു വെളുപ്പിനെ 4 മണിയാകുമ്പോൾ 5 മണിയാകുമ്പോൾ തിരിച്ച് ആശ്രമത്തിൽ വന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റിയിലെ ഓഫീസിൽ പോയിരിക്കും വെളുപ്പിന് 5 മണിയാകുമ്പം. ഇതുപോലുള്ള ഭയങ്കര തിരക്കിട പരിപാടിയാണ് ചെയ്യുന്നത്. ഒന്നുമില്ല നോബിയുടെ ഫ്ലാറ്റിൽ, അല്ലെ ഉഷയുടെ വീട്ടിൽ എറണാകുളത്ത് പോകുമ്പം. പിന്നെ കോയമ്പത്തൂർ പോവുകയാണെങ്കിൽ അവിടുന്ന് നേരെ ഊട്ടിക്ക് പോകും ഉഷയുമായിട്ടൊക്കെ. ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഇതിനെല്ലാം ഈ ഒരു തരികിട പരിപാടിക്കാണ് പോകുന്നത്. ഇതെല്ലാം ഞാൻ അറിഞ്ഞ് ഇതെല്ലാം ഞാൻ നിർത്താൻ പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതിന് ഇവരെന്നെ പല രീതിയിലാണ് അപകടപ്പെടുത്താൻ നോക്കുന്നത്. ആണുങ്ങളെ കൊണ്ട് അപകടപ്പെടുത്താൻ നോക്കുന്നു, എനിക്കൊരു ബാഡ് ഇമേജ് ഉണ്ടാക്കാൻ നോക്കുന്നു, എന്നെ ഏതെങ്കിലും രീതിയിൽ ആണുങ്ങളെ കൊണ്ട് പെടുത്താൻ നോക്കുന്നു. അങ്ങനെ പല മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. പോരാത്തതിന് കൂടോത്രം വരെ. സത്യം, ഈ പുള്ളി ഒരു വൃത്തികെട്ട കൂടോത്രക്കാരൻ വരെയാണ്. ഇവരെനിക്കെതിരെ ചെയ്തതൊക്കെ സ്വാമി ഒന്ന് കേൾക്കണം. കാരണം ഞാൻ പറയുമ്പം വിശ്വാസം അല്ലായിരിക്കും സ്വാമിക്ക് എന്തെങ്കിലും ഒരു സത്യങ്ങൾ ബോധ്യമാവും. ഞാൻ സ്വാമിയുമായിട്ട് അടുക്കാതിരിക്കാൻ വേണ്ടി എന്നെക്കുറിച്ച് വേണം മോശമായിട്ട് പറഞ്ഞു കാണുമായിരിക്കാം. എനിക്കതറിയത്തില്ല, കാരണം പറയും. കാരണം ഞാൻ വിളിച്ചതൊന്നും പറയാതിരിക്കാൻ വേണ്ടി ഗുരുമിത്ര സ്വാമിയോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ഫോൺ എടുക്കരുതെന്ന്. കാരണം പുള്ളിയുടെ ഈ കാണിക്കുന്ന വൃത്തിയുടെ തരങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ്. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കാഞ്ഞത് കൊണ്ടാണ്. പുള്ളിക്ക് വേണ്ടത് ഉഷേനെ പോലെ ഒരു സ്ത്രീനെയാണ്. അപ്പം ഉഷ പിടിക്കപ്പെടുമ്പോഴത്തേക്ക് പുള്ളിയുടെ സോക്കേടും കഴിയും അങ്ങ്. ഈ പുള്ളിയും കൂടെ പൊക്കോളും അങ്ങ്. ഉഷ സന്തോഷ് മാധവൻ്റെ ആളായിരുന്നു. എന്തായാലും സന്തോഷ് മാധവൻ അകത്തായിപ്പോയി. ഇപ്പം അടുത്ത സ്വാമീനെ കിട്ടി. അവൾ ഈ പുള്ളീനെയും കൂടെ അകത്താക്കിക്കോളും. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനാണ് എന്നെ മോശക്കാരിയാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ സ്വാമിയോട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു, അയാളൊന്നും അല്ല, അയാൾ പപ്പട കച്ചവടക്കാരനാണ്, ഞാൻ പറഞ്ഞിട്ടാ സ്വാമിയായി. അതായത് ഞാൻ സ്വാമിയോട്ടൊന്നും സംസാരിക്കില്ല. കാരണം അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അനങ്ങത്തില്ലല്ലോ. അതിനുവേണ്ടി എന്നെ അത്രയ്ക്ക് സ്വാമി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കുക, എൻ്റെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യുക, ഫ്രണ്ട്സ് വഴി ന്യൂസ് പിടിക്കാൻ നോക്കുക. ഇവരൊക്കെ എന്നോട് പറയാതിരിക്കുമോ? എന്നിട്ട് എല്ലാവർക്കും പൈസ ഓഫർ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഓഫറുകൾ കൊടുത്ത് കയ്യിലെടുക്കുക. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ആരാ? ഈ പുള്ളിയുടെ ഈ ഇമേജ് ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നില്ലേ പുള്ളി? വീണ്ടും ഹരി എന്ന് പറഞ്ഞൊരു ലേബലിൽ പിന്നെ അറിയപ്പെടത്തുള്ളൂ. സ്വാമി ഗുരുരത്നം എന്നൊന്നും ആരും അറിയപ്പെടത്തില്ല. അത്ര വൃത്തികേട് തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര മോശമായിട്ടുള്ള കാര്യങ്ങൾ. ഈ പുള്ളി എവിടെയെങ്കിലും ചെന്ന് താമസിക്കാതെ പെടും. അത് അവളുടെ കൂടെ തന്നെ പെടും. അവൾക്കെതിരെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ പുള്ളിയും പെടും. അത്ര വൃത്തിയുടെ തരം എന്നോട് കാണിക്കുന്നത്. ഇനി എനിക്കൊന്നും നോക്കാനില്ല കേട്ടോ. സ്വാമിയോട് കൂടെ ഞാൻ പറയുവാണ്, ഞാൻ ആശ്രമത്തിലോട്ടായിരിക്കും ഇവിടുന്ന് പോകുന്നത്. ഞാനിപ്പം ദുബായിലാണ്. ഇവിടെ എൻ്റെ കാര്യങ്ങളെല്ലാം പുള്ളി ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. ഞാൻ ഇവിടുന്ന് നേരെ ആശ്രമത്തിൽ പോയിട്ട് ഇനി ഞാൻ അവിടെ ജീവിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ആശ്രമത്തിൽ ഇനിയും ജീവിക്കാം. ശാന്തിഗിരി കേട്ടോ. സ്വാമിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം സ്വാമിയോട് പറഞ്ഞു കാണാൻ എന്നെ ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ കോൾ എടുക്കരുത് എന്നൊക്കെ പറയണം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുരത്ന സ്വാമി കാണിക്കുന്ന തോന്നിവാസങ്ങൾ ഞാൻ നിങ്ങളോടൊക്കെ പറയും. അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്. കാരണം ഉഷയെന്ന് പറഞ്ഞ സ്ത്രീയോടുകൂടെ കൂടി വളരെ വളരെ വൃത്തികേടുകാരാണ് അവരുടെ വീട്ടിൽ പോയി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാമി നോക്കുമ്പോൾ ഇത് വലിയൊരു ബിസിനസ്സാക്കി, സ്വാമിക്കും നോക്കുമ്പോഴത്തേക്ക് ഇതൊരു പൈസ ഉണ്ടാക്കാവുന്ന ബിസിനസ് അവരെ വെച്ചിട്ട്. വർഗീസ് കുര്യൻ അല്ലെങ്കിൽ ഇവർക്ക് അറിയാവുന്ന കുറേ ബിസിനസ്സുകാർക്ക് പെണ്ണുങ്ങളെ കൂട്ടിക്കുഴപ്പം. ഇതാണ് ഇപ്പോഴത്തെ സ്വാമിയുടെ പരിപാടി. ഇതാണ് അവിടെ പോയി റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു വഴക്കിട്ടു സ്വാമിയുടെ അടുത്ത്. ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് വഴക്കിട്ടതാണ് ഇതിനകത്ത് എന്നോട് ശത്രുതയായത്. എന്നോട് വഴക്കിട്ടപ്പോഴത്തേക്ക് ഞാനിത് പറഞ്ഞ് വഴക്കിട്ടപ്പോഴത്തേക്ക് എന്നെ കുറേ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ മോനെ കൊല്ലും, എന്നെ കൊല്ലും, അതാണ് ഇതാണ് എല്ലാം വോയിസ് റെക്കോർഡുണ്ട് എൻ്റെ കയ്യിൽ. എല്ലാം എനിക്കെതിരെ ഭയങ്കരമായിട്ട് മോശപ്പേരുണ്ടാക്കി. ഇത് പോകരുതെന്ന് പറയും. ഇവരുമായിട്ടുള്ള ഈ കമ്പനി ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ കുറേ ദ്രോഹിച്ചു. അതിൻ്റെ പേരിലാണ് ഞാൻ ആ കൊടുത്ത പൈസ പോലും ഞാൻ വാങ്ങിയത്. എന്നിട്ട് ഇതെല്ലാം ഞാൻ സ്വാമിയോട് അല്ല ആശ്രമത്തിൽ ചെന്ന് പറയും എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരെയും കൊണ്ട് എന്നെ ബ്ലോക്ക് ചെയ്യിക്കാൻ നോക്കിയത്. ഞാൻ ആരോട് സംസാരിക്കല്ലേ ഈ കാര്യങ്ങൾ. അതിനെന്ത് ചെയ്തു? എനിക്കെതിരെ ചീത്തപ്പേരുണ്ടാക്കി. ഞാൻ ആൾ ശരിയല്ല, എന്നോട് സംസാരിക്കരുത് എന്നുള്ള രീതിയിലാക്കി. ഇതൊക്കെ ഞാൻ വന്ന് ആശ്രമത്തിൽ പറയും. ഈ ഉഷയുടെ കാര്യവും
അവിടെ നടക്കുന്ന കാര്യമെല്ലാം ഞാൻ പറയും, അത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുമെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും സ്വാമിയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞത്. പക്ഷേ പുള്ളിക്ക് വേണ്ടത് കുറേ പെണ്ണുങ്ങളെയും ഇങ്ങനെയുള്ള തരികിട പരിപാടിയൊക്കെയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ പുള്ളി എന്നെ ഭയങ്കര മോശക്കാരിയാക്കി. കാരണം എന്നോട് ആരും സംസാരിക്കില്ല, ആ രീതിയിലാക്കി. സത്യം പറഞ്ഞ സ്വാമി അവിടെ നടക്കുന്ന ഇതൊക്കെ തന്നെയാണ്. ആ ഉഷയമായിട്ട് കൂടിയിട്ട് പെണ്ണുങ്ങളെ വെച്ച് റിയൽ എസ്റ്റേറ്റും പല ആളുകൾക്ക് പെണ്ണുങ്ങളെ കൊടുക്കുക, ഇതൊക്കെയാണ് അവിടെയുള്ള പരിപാടികൾ. സത്യമായിട്ട് എനിക്ക് കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല. സ്വാമി അല്ലേ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കേ, അപ്പോൾ സ്വാമിക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന സത്യമാണോ ഇല്ലയോ എന്നുള്ളത്. എനിക്ക് വെറുതെ കള്ളം പറഞ്ഞ് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്നെ ഇത്രയും മോശക്കാരിയാക്കുന്നതൊന്നും ഇവരുടെ ഈ കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്നെ മോശക്കാരിയാക്കുന്നത്. കേട്ടില്ലേ ശ്രീകുട്ടി, അല്ലെ ശ്രീമതി ആൻറ്റി? ഈ പറയുന്ന ഗുരുരത്നം എന്ന് പറഞ്ഞ പക്കാ ഫ്രോഡിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ പക്കാ ഫ്രോഡ്, മനസ്സിലായോ? അപ്പോൾ ഈ വോയിസ് പുറത്തു വരികയും പത്മപ്രകാശ് സ്വാമിയുടെ വോയിസ് പുറത്തു വരികയും ചെയ്തപ്പോഴാണ് ഈ പെണ്ണ് വിഷയത്തെക്കുറിച്ച് ഗുരുരത്നസ്വാമി എന്ന് പറയുന്ന ഹരികുമാർ മണിയൻ്റെ പെണ്ണ് വിഷയത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞിക്കണ്ണൻ സാറും മകനും ചോദിച്ചു. മൂത്ത മകനും കൂടി അവിടെ ഒരു മീറ്റിങ്ങിൽ ചെന്നപ്പോൾ ചോദ്യം ചെയ്തു, മനസ്സിലായോ? അപ്പോൾ ഈ പെണ്ണ് കേസ് ചെയ്തവനെ അകത്ത് സംരക്ഷിക്കുകയും ചോദ്യം ചെയ്തവരെ പുറത്താക്കുകയും ചെയ്തു. ഭയങ്കര നീതി, പുതിയ കപടഗുരുവിൻ്റെ നീതിയാണത്. ബ്രഹ്മശ്രീ കരുണാകര ഗുരുവായിരുന്നെങ്കിൽ അപ്പം തന്നെ ശിക്ഷ കൊടുത്ത് മാറ്റി നിർത്തിയാൽ, പുറത്താക്കിയില്ലെങ്കിൽ ശിക്ഷ കൊടുത്ത് മാറ്റി നിർത്താമല്ലോ. എന്ന് വെച്ചാൽ ഈ അനിൽചേർത്തല കുടുംബത്തിൽ നിന്ന് ഇതിനു മുമ്പ് ഒരു ജനനീനെ ദർശന സ്വഭാവത്തിൽ നിന്നിരുന്ന പവർഫുള്ളായിട്ട്, ഈ അമൃതാജന്യ എന്ന് പറയുന്നവരെക്കാൾ കൂടുതൽ, ഈ കപടഗുരുവിനേക്കാൾ കൂടുതൽ ദർശനത്തിൽ പവർഫുള്ളായിട്ടിരുന്ന അമലാജന്യയുടെ ഒരു വിഷയം, ആ വിഷയം വന്നപ്പോൾ ഈ പറയുന്ന അമലാജന്യ സ്വയം ശിക്ഷ വാങ്ങി മാറി നിൽക്കുകയും ചെയ്തു, ചെറിയൊരു തെറ്റ് വന്നപ്പോൾ, മനസ്സിലായോ? അപ്പോൾ ഇത്രയും നീചമായ ഒരു തെറ്റ് ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് ചെയ്തു കഴിഞ്ഞപ്പോൾ അയാളെ പുറത്താക്കേണ്ടതിന് പകരം അല്ലെങ്കിൽ അയാളെ മാറ്റും. കാരണം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിലും കൂടുതൽ വൃത്തികേട് ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, അമൃതാജന്യം ഗുരുരത്നസ്വാമി എന്ന് പറയുന്നവർ, മനസ്സിലായ? അവസ്ഥാപൂർത്തീകരണ നാടകങ്ങളുടെ ആ സമയത്തും അതിനുശേഷം അവർ കാണിച്ചു കൂട്ടിയിരിക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇയാളെ പുറത്താക്കി കഴിഞ്ഞാൽ, ഇയാൾ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടുപോയി. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ജയിലിടിഞ്ഞു വീണാൽ പോലും അവർക്ക് പുറത്തു വരാൻ പറ്റാത്ത കുറ്റകൃത്യങ്ങൾ ഈ അമൃതാജന്യം ഗുരുരത്നൻ ചേർന്ന് ചെയ്തിട്ടുണ്ട്, അവരുടെ ഉപജാപക വൃന്ദങ്ങളുടെ സഹായത്തോടെ, മനസ്സിലായ? അപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട കുഞ്ഞിക്കണ്ണൻ സാറിനെ പുറത്തു കളയാനേ പറ്റുള്ളൂ. ജനറൽ സെക്രട്ടറി ആയിട്ടും മാറ്റി നിർത്തപ്പെടാതെ അയാൾക്ക് കൂടുതൽ അധികാരം കൊടുത്ത് അതെല്ലാം കള്ളക്കഥകളാണെന്ന് ഈ അമൃതാജന്യ പലരും പറഞ്ഞു. ഈ പശുക്കടത്തലിൻ്റെ ആ ഒരു വിഷയം കൊണ്ടാണ് അത് അദ്ദേഹം ചെയ്തിട്ട് എല്ലാം പത്മപ്രകാശ് സ്വാമിയുടെ മുഖത്ത് വെച്ച്. കാരണം അദ്ദേഹം ഇവിടെ നിന്ന് പാലായനം ചെയ്തല്ലോ ഇവരെ ഗുണ്ടകളെ പേടിച്ചിട്ട്, ഈ അമൃതാജന്യയുടെ ഗുരുരത്നസ്വാമിയുടെ. അപ്പോൾ ഇങ്ങനെ പല പ്രതിസന്ധികളുണ്ടായപ്പോൾ ആണ് ഈ പറയുന്ന കുഞ്ഞിക്കണ്ണൻ സാർ ഇത് ചോദിച്ചത്. എന്നുവെച്ചാൽ ഈ പെണ്ണ് കേസ് ആശ്രമത്തിന് ചീത്തപ്പേരാണ്, ഗുരുവിന് ചീത്തപ്പേരാണ്, ബ്രഹ്മശ്രീ കരുണാഗുരുവിന് ചീത്തപ്പേരാണ്, മനസ്സിലായ? ഈ പെണ്ണ് കേസൊക്കെ ഉണ്ടാക്കിയത്. ഈ കുട്ടി പറയുന്നുണ്ട്, ഒരു ഇത് വന്നപ്പോൾ സ്ത്രീ കിണറ്റിച്ചാടി മരിച്ചപ്പോൾ അന്ന് ഗുരു പറഞ്ഞ് ഇങ്ങനെ ആരോപണങ്ങൾ നാട്ടുകാർ പല ഊമക്കത്തുകളും വന്നപ്പോൾ അത് നോട്ടീസ് ബോർഡ് ഇടാൻ പറഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പറയുന്ന മദ്യക്കേസ്, ഈ പറഞ്ഞ സ്ത്രീപീഡന കേസ്, ഈ ദയാജന്യയുടെ കേസ്, അങ്ങനെ ഒട്ടനവധി കേസുകളുണ്ട് ചോദിക്കാനായിട്ട്. ഓരോരുത്തരുടെ മരണങ്ങൾ, ജ്യോതിർമയ സ്വാമിയുടെ മരണം, അങ്ങനെ ഓരോരുത്തരുടെ മരണങ്ങളുണ്ട്, ഒരുപാട് പേരുടെ, പ്രസിഡന്റ് സ്വാമിയുടെ മരണം. അപ്പം അങ്ങനെ ഓരോ വ്യക്തികളുടെയും കാര്യങ്ങൾ ഇവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതാൻ പറ്റുമോ? ആരോപണങ്ങൾ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, മനസ്സിലായേ? കാരണം അതിലൊക്കെ ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. പിന്നെ ഈ സ്വർണത്തിൻ്റെ കാര്യം, ഒരു രൂപത്തിന് വേണ്ടി സ്വർണം പിരിച്ചത് ഇത്ര കിലോ പിരിച്ച് ഇത്ര കിലോ ഉപയോഗിച്ച്, ഈ ആഭരണ സൗധം എന്ന് പറയുന്ന താമര പർണശാലയ്ക്ക് വേണ്ടി ഇത്ര കോടി രൂപ പിരിച്ചു, ഇത്ര കോടി ചിലവാക്കി. ജസ്റ്റ് അവിടെ ഒന്ന് എഴുതിയിട്, ഇത്ര ആരോപണം വരുന്നുണ്ട് എന്നും പറഞ്ഞ് എഴുതിയിട് നിങ്ങൾ, ധൈര്യം ഉണ്ടെങ്കിൽ. ഗുരു അന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവിനും അറിയാം. ഇന്ന് പക്ഷേ ചങ്കുറപ്പുണ്ടാവില്ല പറയാനും. അന്നത്തേക്കാൾ കൂടുതൽ ഇന്ന് എല്ലാ സർക്കാർ പരിപാടിയിലും വലിഞ്ഞു കയറി ഗുരുരത്നം പോയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എല്ലാവരുടെ അടുത്തും ഈ മദ്യക്കേസ് വന്നപ്പോൾ ആ പാവപ്പെട്ടവനാ അങ്കമാലിക്കാരന് പറഞ്ഞെന്താണ്, ഞാൻ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടില്ലേ മുഖ്യമന്ത്രിയായിട്ട്, ഞാൻ ഇരിക്കുന്ന കണ്ടില്ലേ DGP, അതല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട്, രാഷ്ട്രീയക്കാരായിട്ട്, എന്നോട് കളിച്ചാൽ നീ പണി മേടിക്കുമെന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? പക്ഷെ അതേപോലെ ഇനിയിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പറയണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഫ്രീ ചികിത്സകൾ കൊടുത്തും പണം കൊടുത്തും
ഒരുപാട് പേരെ ഒരുപാട് നാളത്തേക്ക് സ്വാധീനിക്കാൻ പറ്റത്തില്ല. അവരവരുടെ തടി കേടാകുമ്പോഴത്തേക്ക് അവർ ഇതിലൊക്കെ വിടും. മനസ്സിലായോ? പിന്നെ വേറെ കാര്യമുണ്ട്, ഫ്രീ ചികിത്സയ്ക്ക് ഇവിടെ വന്ന ആൾക്കാരെയൊക്കെ ചില ക്രോസ് മസാജ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കണത് അതെടുത്ത് അവർക്കെതിരെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തരികിട പരിപാടികളൊക്കെ ഈ ഗുരുദത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാൻ പാടില്ലാതെയാണ് ഇദ്ദേഹത്തെ വിളിപ്പിക്കാൻ പറ്റുന്നത്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അദ്ദേഹത്തിനോട് കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് പറയണത്. ശ്രീകുട്ടിക്ക് അറിഞ്ഞുകൂടാ. ശ്രീകുട്ടി എവിടെയോ എരുത്തിൽ പോയി കർമ്മം ചെയ്ത് അവിടെ വഴി അരിയിലൊക്കെ നടന്ന് ഒരു ആൻറ്റീനെ കറക്കിയെടുത്ത് അവരെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്ന് എന്ത് നന്മയാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്? ഗുരുവിൻ്റെ ആ ഒരു ആശയം ജീവിതത്തിൽ പകർത്തിയതായിട്ട് ഒന്നും പറയാനില്ല. മനസ്സിലായ? ഗുരു പറഞ്ഞ പിതൃശുദ്ധി ചെയ്തിട്ട് അടുത്ത ജനറേഷന് ഒരു ജന്മം കൊടുക്കാൻ പോലും ഒരു കഴിവില്ലാത്ത ആളാണ് ഈ ശ്രീകുട്ടി. എന്നിട്ട് ഞാൻ സന്യാസിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, പക്ഷെ സന്യാസി തുല്യനായ ഗൃഹസ്ഥനാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ വേറെ കാര്യമുണ്ട്, ഇങ്ങനെ ഒരു സൈക്കോടെ കൂടെ ജീവിച്ചിട്ട് ശ്രീകുട്ടിക്ക് ശ്രീമതി ആൻറ്റിക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇയാൾക്കെതിരെ. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാം, രണ്ടാമത്തെ ആളും ഇതേപോലെയാണെന്ന് എങ്ങനെ പൊതുജനത്തിനോട് പറയും? അതിനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞ് നമ്മൾ അതും കേൾക്കേണ്ടി വരും. ഈ പറഞ്ഞ സൈക്കോടെ കൂടെ ജീവിച്ച ആ കഥ മനസ്സിലായി. ആദ്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇനിയും നമുക്ക് കേൾക്കാം. കാരണം വരികൾക്കിടയിൽ അതിൻ്റെ അവസരങ്ങളുണ്ട്, അത് മനസ്സിലാക്കുന്ന ഞാനത് പിന്നീട് പറയാം. ഇപ്പം അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു, പത്മപ്രകാശ് സ്വാമി ഈ പുറത്തുവിടൽ എന്താണ് കാര്യം എന്നുള്ളത്. കുഞ്ഞിക്കണ്ണൻ സാറ് എന്തുകൊണ്ടാണ് ആശ്രമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് ഞാൻ ജിത്തുവിനോട് ചോദിച്ചപ്പോൾ ജിത്തു പറഞ്ഞൊരു മറുപടി കേൾക്കാം. അത് കേട്ടിട്ട് പത്മപ്രകാശ് സ്വാമിയുടെ വോയിസിലേക്ക് പോവാം. സുഭീഷണം. ഇത് സംഭവം നടക്കുന്നതിന് ശേഷം 2018 നമ്മുടെ ഒരു കതിരൂർ ശ്രീ പ്രകാശിൻ്റെ വീട്ടിൽ ഒരു ഏരിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ആ മാസത്തിലെ ആദ്യത്തെ ആഴ്ച നടക്കുന്ന ഒരു ഏരിയ മീറ്റിംഗാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ അച്ഛനും എൻ്റെ ചേട്ടനും കൂടി പങ്കെടുക്കാൻ പോയി. പോകാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പരമപ്രകാശ സ്വാമി ഗുരുത്വസ്വാമിക്കെതിരെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ, ആ ഒരു അന്നത്തെ കേസും കാര്യങ്ങളൊക്കെ സ്വാമി പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പം ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, നമ്മൾ പോയിട്ട് ഏരിയ മീറ്റിങ്ങിൽ കാര്യങ്ങൾ പറയണം. പത്മപ്രകാശ് സ്വാമി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. കാരണം ഇങ്ങനൊരു പ്രശ്നം ഗുരു പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനിൽ ചേർത്തുള്ള അവരുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂ ഒരു ജന്യയുടെ ഒരു ഇഷ്യൂ ഉള്ള സമയത്ത് ഗുരു പറഞ്ഞാണ്, ഈ കുടുംബത്തിന് ആശ്രമത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിലൊന്നും ഒരു 3 തലമുറക്ക് ഇപ്പുറം അധികാര സ്ഥാനത്തിലൊന്നും വരാൻ പാടില്ല, അത് ശ്രദ്ധിക്കണമെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛനോടല്ല പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് അച്ഛൻ എന്ത് ചെയ്ത്, ഇത് ഔദ്യോഗികമായിട്ട് നമ്മൾ അവിടെ ഇവിടെയും പറയുന്നില്ലല്ലോ, ഏരിയ മീറ്റിങ്ങിൽ പോയിട്ട് കാര്യങ്ങൾ പറയണം. ഒരു ഗുരു വിശ്വാസി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഗുരുവിനോടുകൂടെ അത്രയും കാലം ചെലവഴിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അത് ഒരാളുടെ ധർമ്മമാണ്. നമ്മൾ ഗുരു പറഞ്ഞൊരു കാര്യം അറിയിക്കുക. അങ്ങനെ പോയി ആ മീറ്റിങ്ങിൽ പോയി അച്ഛനും ചേട്ടനും കൂടി പോയി മീറ്റിങ്ങിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ കുടുംബത്തിൽ ആരും ആശ്രമത്തിൽ അധികാര സ്ഥാനത്ത് വരാൻ പാടില്ല, അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു അത് ഗുരു നോക്കിക്കോളൂന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അത് ശിഷ്യഭൂത. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അത് നിങ്ങൾ ശിഷ്യഭൂതിനെ ഗുരു പറയുന്നതിൽ അർത്ഥമില്ല. ഗുരു എക്കാലത്തും നമുക്ക് കർണാരഗുരു മാത്രമാണ്. നമ്മൾ ഗുരുവിൻ്റെ കൂടെ വളർന്നവരാണ്. ഗുരു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കാലത്തും ഗുരുവിനെ. അപ്പം അച്ഛനോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നെ അല്ലാതെ വേറെ ആരെ നമസ്കരിക്കേണ്ടെന്ന് തന്നെ അച്ഛനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഇഷ്യൂ അപ്പം തന്നെ ഇവരെ തിരുവനന്തപുരം വിളിച്ചറിയിച്ചു. അപ്പോൾ അവിടെ നിന്ന് അന്ന് വൈകുന്നേരം തന്നെ നിർമ്മലാ ജന്നി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കസിനാണ്. എൻ്റെ അച്ഛൻ്റെ കസിൻ്റെ മോളാണ് നിർമ്മലാ ജന്നി എന്ന് പറയുന്നത്. അവരപ്പം തന്നെ വിളിച്ചിട്ട് ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധാരണ ഒരു മനുഷ്യർ പോലും പറയാൻ പറ്റാത്ത ചീത്തയാണ് ഒരു സന്യാസ വസ്ത്രമിട്ട് അവർ പറയുന്നത്. ചന്ദ്രശേഖരൻ ഒരു കാര്യം അറിയണം, 1978 ശാന്തിഗിരി ആശ്രമത്തിൽ ഫസ്റ്റ് സ്കൂൾ തുടങ്ങുമ്പോൾ അവിടുത്തെ ആദ്യത്തെ കുട്ടിയെ നമ്മളൊക്കെ വെച്ചിട്ടാണ് 1978 അവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ നമ്മുടെ അടുത്ത് പറയാണ് അവിടെ കയറി പോരുതെന്ന്, നമ്മളെ മക്കൾ അവിടെ കയറി പോരുത്. നമുക്ക് ഒരു പുതിയൊരു മാർഗം തന്നിരിക്കുകയാണ്. നമ്മളെ മക്കളെ പരിചയപ്പെടുത്തേണ്ട ഒരു മാർഗ്ഗമാണിത്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇവർ പറയുന്നത് ആരും തന്നെ ആശ്രമത്തിൽ കയറി പോരുത്. ഇവർക്ക് എന്ത് ഗുരുവിനോട് സ്നേഹമാണുള്ളത്? ഗുരുവിനോട് സ്നേഹം കൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുക. പിന്നെ നമ്മൾ അതിനുശേഷം അങ്ങോട്ട് പോയിട്ടില്ല. പോകാതിരിക്കാനുള്ളത് പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അങ്ങനൊരു നിമിത്തം ഉണ്ടായി. അപ്പോൾ ഇത് പ്രകൃതി ഇതിനൊരു തിരുത്തു വരണം. കാരണം ഗുരുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവർ പറയുന്നത് ജന്യൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് ഗുരുവാണെന്നാണ്. അപ്പം ഗുരുവിനെ സ്നേഹിക്കുന്നവർ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതിൽ എന്തർത്ഥമുള്ളത്? അങ്ങനെ നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല.
പിന്നെ അതോടെ പിന്നെ നമ്മളുടെ കാര്യങ്ങൾ ഇതാക്കി. അപ്പോൾ ഇതാണ് ഇവരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഗുരുവിൻ്റെ കൂടെ നിന്ന മുഴുവൻ ആൾക്കാർ ഇങ്ങനെ തന്നെയാണ്. ഗുരുവിനോട് സ്നേഹം കാണിക്കുന്ന എല്ലാവരോടും. അമൃത ജന്യെ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു, ജന്യം നമുക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് അച്ഛനൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഗുരുവിൻ്റെ ഒരു വാക്കുണ്ട്, ഇങ്ങനെ ഈ ഒരു കുടുംബത്തിലെ ആൾക്കാർ ആരും അധികാര സ്ഥാനത്ത് വരരുത്, ഇവിടെ ഇപ്പോൾ അധികാരത്തിലുള്ള. നമ്മൾ നേരിട്ട് പോയി പറഞ്ഞു. അപ്പം നമുക്കിട്ട് റിപ്ലൈ എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് അന്ന് പറഞ്ഞല്ല എന്നോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇതിലൊരു തിരുത്ത് നിർബന്ധമായി ഉണ്ടാവും, അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഗുരുവിനെ സ്നേഹിക്കുന്നവർക്ക് പോയി പ്രാർത്ഥിക്കാനോ ഒക്കെ ചെയ്യാൻ ആശ്രമം അതുപോലെ തന്നെ വേണം. അത് ഗുരുവിൻ്റെ ആശ്രമമാണ്, നമ്മളുടെ കരുണാര ഗുരുവിൻ്റെ ആശ്രമമാണ്, ഗുരു സ്ഥാപിച്ച ആശ്രമമാണ്. അപ്പോൾ അവിടെ കയറിപ്പോരുതെന്ന് പറയാൻ ആർക്കും അവകാശം പോലുമില്ല. ഇവർ ഗുരുവിനെ മനസ്സിലാക്കിയാണെങ്കിൽ ഗുരുവിൻ്റെ ഒരു മണ്ണിൽ കയറിപ്പോരുതെന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ വെച്ചാൽ പണ്ട് ആരും ഇല്ലാത്ത സമയത്ത് ഗുരുവിനോട് നിന്ന ആൾക്കാരാണ്. അതിൻ്റെ ഒരു മഹിമ പോലും കൽപ്പിക്കാത്തവരാണ് ഈ ഗുരുവിനെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ മനസ്സിലാവും ഇവർക്ക് ഗുരുവിനോടാണോ സ്നേഹം, അല്ല വേറെ എന്തിനോടാണോ സ്നേഹം എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഇതിനൊരു തിരുത്തുണ്ടാവും. ഗുരു സത്യമാണ്, ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ സമയമെടുക്കും. പ്രകൃതിയിൽ തന്നെ ഒരു മാറ്റം വരും, നിർബന്ധമായി അതിന് തിരുത്തുണ്ടാവും, അത് ഉറപ്പാണ്, അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഓക്കെ, സദ്ഗുരുവേഷണം. കേട്ടില്ലേ? കാരണം ഗുരുവിന് വർഷങ്ങളോളം ഗുരു ശുശ്രൂഷ ചെയ്ത് ഗുരുവിനോടൊപ്പം ജീവിച്ച് ഗുരുവിൻ്റെ എല്ലാ ആശയവും പഠിച്ച് ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് ജീവിച്ച കുഞ്ചിക്കണ്ണ സാറും മക്കളുമാണ്. മനസ്സിലായ? അപ്പോൾ അവർ എത്രത്തോളം പെട്ടെന്ന് പുറത്താക്കി. അതും ഗുരു ഒരു 3 തല അധികാര സ്ഥാനത്തിരിക്കരുതെന്ന് പറഞ്ഞ അനിൽ ചേർത്തലയിലും കുടുംബത്തെയും ബ്രഹ്മശ്രീ കരുണാകര ഗുരു പറഞ്ഞാണ്. ഗുരുവാക്കാണ്, ഗുരുവാക്ക് തെറ്റിക്കണവരെ പുറത്താക്കുക തന്നെ വേണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ഗുരു അവസാനം ബയലോ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് 1997-98 കാലഘട്ടത്തിൽ ഗുരു ഫൈനലായിട്ടൊരു ബയലോ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഇതൊക്കെ ആ ഒരു ബയലോയും കാര്യങ്ങളൊക്കെ ഇവർ മാറ്റിമറിച്ചു. ഗുരുവാണികളെ അപ്രസക്തമാക്കി, ഗുരുവിൻ്റെ കാലഘട്ടത്തിലുള്ള ബുക്കുകളെ അപ്രസക്തമാക്കി. എന്നുവെച്ചാൽ ഗുരുവിൻ്റെ ആ പഴയകാല ബുക്കുകളെയൊക്കെ കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞു. അവസാനം കുറച്ച് ബുക്കുകൾ വിശ്വാസമൂഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറേയൊക്കെ അവർ തിരിച്ചു പിടിച്ച് കത്തിച്ച് കളഞ്ഞു. കാരണം പഴയ ചരിത്രങ്ങളെ ഇല്ലായ്മ ചെയ്യുക. ഗുരുവാണികൾ കേൾക്കുമ്പോൾ വട്ടാണെന്ന് പറയുക. മനസ്സിലായി? നേരിട്ട് കേൾക്കുമ്പോൾ അത് വേറൊരുത്തൻ കേട്ടിട്ട് അവൻ നമുക്ക് പറഞ്ഞു തരും, അപ്പോഴേ ശരിയാവുള്ളൂ. നേരിട്ട് കാണണ്ട, വേറൊരുത്തൻ പറഞ്ഞിട്ട് ആനയെന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആനേനെ നമ്മൾ അങ്ങനെ അവൻ്റെ ഭാവനയിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലെ നമുക്ക് ആനേനെ നേരിട്ട് ദൈവം കഴിവ് തന്നേക്കുന്നത് ഈ ഗുരുവാണി കേട്ടാൽ നമ്മുടെ മനസ്സിൽ പതിയുമല്ലോ. അപ്പം നമ്മളിപ്പോൾ 100 പേര് ഗുരുവാണിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ 100 പേര് കേട്ടാൽ 100 പേർക്കും അവരവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടും അവരവരുടെ ജീവൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഇത് മനസ്സിലാകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ. അതിപ്പോൾ എല്ലാ തലത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഗുരുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഗുരു ആത്മീയ വിഷയങ്ങൾ പറയുമ്പോൾ ആത്മീയ ഉന്നതിയുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കേൾക്കുമ്പോൾ ഗ്രഹിക്കും. അപ്പോൾ അത് നമുക്കൊരു ഇപ്പോൾ കുറഞ്ഞൊരുത്തനാണ് കേൾക്കണമെങ്കിൽ നമ്മൾ കാണും പോലെ വിദ്യാഭ്യാസം പോലെ അല്ലല്ലോ അത്. ആത്മീയജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീകുട്ടി തന്നെ സംസാരിച്ച സാധാരണക്കാരന് ഒരിക്കലും മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകാതെ പിന്നെ ഉരുട്ടി ഗുരുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഓഷോയുടെ കാര്യം പറയും, ഓഷോയുടെ കാര്യം പറഞ്ഞിട്ട് വേറെ ആളുടെ കാര്യം പറയും, വേറെ ഗുരുക്ക്. അതിപ്പോൾ എങ്ങനെ ഇപ്പം ഈ പറയുന്ന ഗുരുരത്നായാലും കൊള്ളാം, അമൃതയായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, ഇങ്ങനെ എന്താ പരക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. എന്നാൽ ബ്രഹ്മശ്രീ കരുണാകര ഗുരു പറഞ്ഞേക്കുന്ന ഇന്നതാണെന്നുള്ളത് എല്ലാവരും പറയുന്നത്. അവർ പറയുന്നത് വേറെ ഗുരുക്കന്മാർ അങ്ങനെയായിരുന്നു, അതെല്ലാം കൂടി ഇവിടെ ഇപ്പം നടക്കുന്നത് ശരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഉരുട്ടി മെഴുകി കുഴച്ച് എന്താണെന്ന് അവനവന് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് തെറ്റാണെന്ന് പറയും. മനസ്സിലായ? അല്ല, അതേസമയത്ത് വ്യക്തമായ ക്ലാരിറ്റി ഇന്നത്തെ ആശ്രമ സമൂഹത്തിനില്ല. ഒന്നിനും വ്യക്തമായ ഉത്തരങ്ങളില്ല, ഒന്നിനും വ്യക്തമായ നിലപാടുകളില്ല. തോന്നുമ്പോൾ തോന്നണ പോലും മയക്കുമരുന്നടിച്ചിട്ട് അവർക്ക് എന്ത് തോന്നുന്നോ അതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? കള്ള് കച്ചവടം എന്തിനു വേണ്ടി? ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി നേരിട്ട് ഇറങ്ങിയതാണ് കള്ള് കച്ചവടത്തിന്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാണ് ഈ ചോദിച്ചത്. കുഞ്ഞിക്കണ്ണ സാറും കുടുംബവും പുറത്താകാനുള്ള കാരണം. കതിരൂർ അതൊരു മീറ്റിങ്ങിൽ ചെന്നപ്പോൾ, അവരുടെ ഏരിയ മീറ്റിങ്ങിൽ ചെന്നപ്പോൾ ഇത് ചോദിച്ചു. അപ്പോൾ അയ്യോ ഗുരു പറഞ്ഞ ഗുരുവിനെ തെറ്റായിട്ട് പറയാം എന്നുവെച്ചാൽ അമൃതാചാര്യനെ ഗുരുവായിട്ട് കുറേ ആൾക്കാരെ കൊണ്ട് പ്രഖ്യാപിച്ചേക്കുന്നു. പണം കൊടുത്തും പിന്നെ വേണ്ട സ്വാധീനങ്ങൾ കൊടുത്തും പിന്നെ കസേരകൾ കൊടുത്തും. മനസ്സിലായ? കാരണം ഇത് മാത്രമല്ല, ആശ്രമ സംവിധാനം മാത്രമല്ല, ആശ്രമ സംവിധാനത്തിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഇവർ വേറൊരു സംഘടന ഉണ്ടാക്കി. മനസ്സിലായ? വേറൊരു സംഘടനയിൽ ചെന്ന് ചേർന്നത് എന്നുവെച്ചാൽ ലൈഫ് സോൾ എന്ന് പറഞ്ഞ ഒരു സംഘടനയിൽ ചെന്ന് ചേർന്നു. അപ്പോൾ അല്ല, സോൾ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ചെന്ന് ചേർന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവർ പുറത്താക്കിയപ്പോൾ ഈ അൽച്ചത്തില എന്ന് പറയുന്നവൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് സോൾ ആർട്ട് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. എന്നിട്ട് അതിന് കുറേ ആൾക്കാരാണ് ഈ പറയുന്ന
ഈ ഒരുപാട് ഗുരുവിശ്വാസികൾ അതിലൊക്കെ ഔദ്യോഗിക സ്ഥാനം കൊടുത്ത് നിർത്തിയേക്കും. എന്നുവെച്ചാൽ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് അടിച്ചു മാറ്റാനുള്ള പദ്ധതികളൊക്കെയാണ് ഇതെല്ലാം. അല്ലാതെ ജനനന്മയെന്ന് ഉദ്ദേശിച്ചല്ല ഇവർ ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് പത്മപ്രകാശ് സ്വാമി 2018 പുറത്തുവിട്ട ആ വോയിസ് ഒന്ന് കേൾക്കാം. ആ വോയിസ് കേട്ടിട്ട് ബാക്കി പറയാം. സദ്ഗുരുവേ ശരണം. സർവാദരണീയരും ആദരണീയരുമായിട്ടുള്ള സന്യാസിനിമാർക്കും ബഹുമാനപ്പെട്ട അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങൾക്കും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പത്മപ്രകാശ് സ്വാമിയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ എൻ്റെ 20 വർഷത്തെ ആശ്രമ ജീവിതത്തിൽ എൻ്റെ ശരിയും തെറ്റും, എൻ്റെ കർമ്മത്തിൽ വന്നിരിക്കുന്ന ശരിയും തെറ്റും എല്ലാം ഞാൻ ഗുരുവിനോട് പ്രാർത്ഥിച്ച് പറയാറുണ്ട്. അഭിവന്ദ്യ ശിഷ്യഗുരുത്തോട് തുറന്ന് സംസാരിക്കാറുമുണ്ട്. അതിൻ്റെ കറക്ഷൻസും ഞാൻ വാങ്ങിച്ച് തിരിച്ച് പ്രവർത്തിക്കാറുമുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറേ ആഴ്ചകളായി എൻ്റെ ജീവിതത്തിൽ വളരെ വിഷമകരമായ ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ ഗുരുരത്നസ്വാമിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ, അത് സത്യമാണ് എന്ന് തെളിഞ്ഞ് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ വളരെ അപ്സെറ്റായിരുന്നു. ഇത് പുറത്ത് പറയണമോ വേണ്ടയോ എന്ന് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പറയാതിരുന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സന്യാസ ജീവിതത്തിൽ ഞാൻ ഗുരുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അധർമ്മമായി പോകുമെന്നുള്ളതുകൊണ്ട് ഇത് പറയാൻ തന്നെ ഞാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ചില സത്യങ്ങൾ തെളിവോടുകൂടി എൻ്റെ സന്യാസ ജീവിതത്തിന് പോലും ഭീഷണിയാകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഇത് ഞാൻ അറിയിക്കണം എന്ന് വിചാരിച്ചാണ് നിങ്ങളോട് ഞാനിത് സംസാരിക്കുന്നത്. 2017 ജൂൺ മാസത്തിലാണ് സ്നേഹ എന്ന സ്ത്രീ, ഗുരുമിത്ര സ്വാമിയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. അവർ ആശ്രമത്തിൽ ഡൽഹി ആയുർവേദ ചികിത്സയ്ക്കായിട്ട് വരാൻ ഗുരുമിത്ര സ്വാമി പറഞ്ഞത് പ്രകാരം അവിടെ എത്തി. അവരാദ്യം ആലപ്പുഴയിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് മനസ്സിലായി അവർ ചക്കുളത്തുവാവിനടുത്ത് എടത്തുവ എന്ന സ്ഥലത്ത് അവിടെയുള്ളവരാണ്. അവരുടെ അച്ഛൻ്റെ പേര് ചന്ദ്രകുമാർ എന്നാണ്. അവരൊരു 3 ദിവസം കാലിന് നീരായിട്ട് ചികിത്സയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവരുമായിട്ട് സംസാരിച്ചു. അവർക്കൊരു കൊച്ചുണ്ട്. ഹസ്ബൻഡ് ഡൈവേഴ്സിയാണ്. ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ കൊച്ചി ഓഫീസിൽ അവർ ജോലി ചെയ്തു. പിന്നീട് റിസൈൻ ചെയ്തു. ജോലിയില്ല ഇപ്പോൾ. സാമ്പത്തികമായി കുഴപ്പമില്ല. ദുബായിലും ഡൽഹിയിലും കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ തിരിച്ചു പോകാൻ നേരത്ത് അവരോട് പറഞ്ഞു, ആശ്രമത്തിലൊന്ന് പോയാൽ നന്നായിരിക്കും. ഗുരുവിനെ പ്രാർത്ഥിക്കാം. ശിഷ്യഗുരുവിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും നിർദ്ദേശം ഗുരുവിൻ്റെ കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അയച്ചു. പിന്നീട് അവർ ആശ്രമത്തിൽ പോയി. അവിടെ വെച്ച് ശിഷ്യഗുരുവിനെ കണ്ടു. ഗുരുരത്നസ്വാമിയും അതിനിടയിൽ പരിചയപ്പെട്ടു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഗുരുരത്നസ്വാമി എനിക്കൊരു വാട്സപ്പിൽ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നെ വാട്സപ്പ് അയച്ചു. ഇവരോട് കുറച്ച് പൈസ ചോദിച്ചിരുന്നു. ഗോൾഡും ചോദിച്ചു. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെക്കുറിച്ചൊന്നും വലിയ നല്ല രീതിയിലൊന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ അവരത് പിന്നീട് സ്പീഡാകുമെന്ന് പറഞ്ഞു. ഞാനതുപോലെ തന്നെ സാധാരണ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനത് പറഞ്ഞു. പിന്നീട് അവർ കൊടുത്തു എന്നറിഞ്ഞു. അതിനുശേഷം അവർ ഒരുപാട് പൈസകളെല്ലാം കൊടുത്തു. പിന്നെ അത് തിരിച്ചു കൊടുക്കാതെ സ്വാമി 1 വർഷത്തോളം അവരെ ബുദ്ധിമുട്ടിച്ചു. പിന്നെ അതൊരു വഴക്കായി. അതിനിടയിൽ എന്നെ സ്വാമി വീണ്ടും വിളിച്ച് കോംപ്രമൈസിനും
അവരോട് സംസാരിക്കാൻ പറഞ്ഞു. അവരും എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് പിന്നീട് തിരിച്ചു കൊടുത്തു എന്ന് സ്നേഹ പറഞ്ഞിട്ട് തന്നെ ഞാൻ അറിഞ്ഞു. പക്ഷെ ഇതിനിടയിൽ അവസാനം 2018 തുടക്കമായപ്പോൾ സ്വാമി എന്നോട് ഇവരോട് തീർത്തും സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പം അതുപ്രകാരം തന്നെ ഞാൻ അവരോട് ഫോണിൽ വിളിക്കുമ്പോഴൊന്നും സംസാരിക്കാറില്ല, എടുക്കാറില്ല. പിന്നീട് ഞാൻ 2018 ജൂലൈ മാസം 30 എനിക്കൊരു വോയിസ് മെസ്സേജ് അവരയച്ചു. 4 വോയിസ് മെസ്സേജായിട്ട് ദുബായിൽ നിന്നാണ് അയച്ചത്. അപ്പം അത് തുറന്നു നോക്കിയപ്പോൾ അവർ സ്വാമിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നത്, അതും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. അപ്പം ഞാൻ ആദ്യം അത് വിശ്വസിച്ചില്ല. ചില കാര്യങ്ങൾ എനിക്കറിയാം സ്വാമിയുടെ, എങ്കിലും ഇത്രത്തോളം ആ സ്ത്രീ പറയുന്നത് എനിക്ക് വിശ്വസനീയമായിട്ട് തോന്നിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് അവരെന്നെ ഒരു 10 ദിവസം കൊണ്ട് 13-14 മണിക്കൂറോളം എന്നോട് അവർ പിന്നീട് ഫോണിൽ സംസാരിച്ചു. അത് മൊത്തം ഇൻകമ്മിങ് കോളുകളായിരുന്നു. അതും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കോളർ സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട്. അത് കുറേ കൂടെ സത്യമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ സ്വാമി ആ കാലഘട്ടങ്ങളിൽ 2017 എനിക്കയച്ച വാട്സപ്പുകളെല്ലാം ഞാൻ റീചെക്ക് ചെയ്തു. ഇവർ പറയുന്ന കാര്യങ്ങളും അതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന്. അപ്പോൾ അതിൽ കുറേ സത്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതും ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുന്നുണ്ട്. ഞാനും സ്വാമിയും ഇൻട്രാക്ഷൻ എന്ന് പറയുന്നതിൽ അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് സ്നേഹ പറഞ്ഞത്. സ്വാമി സ്നേഹയുമായിട്ട് പല പ്രാവശ്യം ശാരീരികമായി ബന്ധപ്പെട്ടു. അവരെ താലി കെട്ടി, മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, അവരെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു. പലപ്പോഴും പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. രാത്രികാലങ്ങളിൽ മദ്യപാനവും സ്ത്രീയും നോൺ വെജും സിഗരറ്റും എല്ലാം ഉണ്ട്. ഇതിൽ മദ്യപാനമെല്ലാം ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. അതൊരു വ്യക്തിയുടെ കുറവെന്നുള്ള നിലയിൽ തന്നെ ഞാനത് ആ സമയത്ത് തന്നെ അത് ഡൽഹിയിൽ നിന്നും പല സ്ഥലത്തു നിന്നും എനിക്ക് അനുഭവമുണ്ട്. പക്ഷെ അത് ഞാനങ്ങനെ അത് വിട്ടുകളഞ്ഞാണ്. പിന്നെ സ്വാമി വസ്ത്രം മാറി യാത്ര ചെയ്യുന്നത്, അതും എന്നോട് ഡൽഹിയിൽ പലപ്പോഴും പല ആളുകളും പറയാറുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല. സ്വാമിയെ വസ്ത്രം മാറി ഹോട്ടലിൻ്റെ ബാറിലും അവിടെയും കാണാറുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും ഡൽഹിയിൽ നിന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ അവരോട് ഒരു സന്യാസിയുടെ ഭാഗമൊന്നും അങ്ങനെയല്ല, നിങ്ങൾക്ക് ആളുമാറിയതായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ക്ഷേത്രങ്ങളിൽ പോയി മന്ത്രവും കൂടോത്രവും സ്വാമി ചെയ്യിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. അതും അതിനുള്ള ആളുകളുടെ പേരും നമ്പറുകളൊക്കെ തന്നു. ഇവരെല്ലാം കണക്റ്റഡ് ആണെന്നും ഇവരുടെ എല്ലാ പേരും നമ്പറും ഒക്കെ തന്ന് സ്വാമി ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അവർ വളരെ അപ്സെറ്റായിട്ടാണ് എന്നോട് പറഞ്ഞത്. ഇതെങ്ങനെയും അറിയിക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പക്ഷെ എന്താണത് ഇത്രത്തോളം ഇങ്ങനെ ആയതെന്ന് ഞാൻ അവരോടപ്പോൾ ഇതെങ്ങനെ തെളിവാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. പിന്നീട് അവർ കുറേ എനിക്ക് അതിന് തെളിയിക്കുന്ന രീതിയിൽ സ്വാമിയും സ്നേഹിയും തമ്മിൽ സംസാരിച്ച വാട്സപ്പ് എനിക്ക് അയച്ചിരുന്നു. ആ വാട്സപ്പ് തന്നെ അതിൻ്റെ 100% ഇവർ പറഞ്ഞത് ശരിയാണ് എന്നുള്ള ഒരു ബോധ്യം അതിനകത്ത് വന്നു. അതുകൂടാതെ സ്വാമിയുടെ പല വിദേശയാത്രകൾ, പ്രത്യേകിച്ചും അമേരിക്കയും ശ്രീലങ്കയും അവിടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ വന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ കൂടെ എന്നോട് അന്ന് അവിടെ നടന്ന സ്ത്രീ വിഷയങ്ങളും അതിനെ സോൾവ് ചെയ്ത് കൊടുത്ത ആളുകളെല്ലാം എൻ്റെ സുഹൃത്തുക്കളുടെ സുഹൃത്താണെന്നും ഒക്കെ പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിനിടയിൽ സ്നേഹിയെ മനോരോഗിയാക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റൽ, ബിലീവേഴ്സ് ഹോസ്പിറ്റൽ കോട്ടയത്തുള്ള, അവിടെ എന്നെ കൊണ്ട് അതൊന്ന് ബുക്ക് ചെയ്യിക്കാൻ പറഞ്ഞു. സ്നേഹിയുടെ പേര് മാറ്റിയിട്ട് അഖിലിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞത് സ്വാമി തന്നെ. അതും സ്വാമി എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം ഞാൻ അഖിലിനെ വിളിച്ചു പറഞ്ഞ് അവരെ
ഒരു ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി സ്വാമിയുടെ പ്ലാനുകളായിരുന്നു. ആരെയും എന്തും എങ്ങനെയും പെടുത്തുക എന്ന് പറയുന്നൊരു രീതി നേരത്തെ പ്ലാൻ ചെയ്ത് അവരെ കുടുക്കി വയ്ക്കുക, പിന്നെ അവരെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, ഇതെല്ലാം വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സ്നേഹിയുടെ വാട്സപ്പിൽ, സ്വാമി സംസാരിക്കുന്ന വാട്സപ്പിൽ നോക്കിയാൽ സ്വാമി അവിടെ സ്നേഹ പറയുന്ന ആളുകളുമായിട്ട് സംസാരിച്ചതും അവിടെ അറിയപ്പെടുന്നതും 2000 കോടി രൂപയുള്ള ആസ്തിയുള്ള ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു വലിയ ഗുരുജിയാണ് വരുന്നത്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട, എല്ലാവരുമായിട്ടും കേരളത്തിൽ തന്നെ പവറുള്ള അല്ലെങ്കിൽ സാമ്പത്തികമുള്ള വലിയ ആളാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം സ്നേഹ പറയുന്ന ആളുകളുടെ അടുത്തിൽ കൂടിയത്. സ്നേഹിയുടെ മൊബൈലിൽ തന്നെ ഗുരുജി 1 എന്നുള്ളതായിട്ടാണ് ഗുരുരത്നസ്വാമിയെ അതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ അതിൻ്റെയും വാട്സപ്പിൻ്റെ അവർ ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. പലതരത്തിൽ ബിസിനസ്സുകൾ പലപ്പോഴായിട്ട് സ്വാമി ചെയ്ത് സ്വാമിയുടെ വ്യക്തിപരമായ ആവശ്യത്തിനാണിത് ചെയ്യുന്നത് എന്ന് പിന്നീട് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് എൻ്റെയും സുഹൃത്തുക്കളും അതിനകത്ത് പലരും എന്നോടും, സ്വാമിയുടെ ബന്ധത്തിലുള്ള സുഹൃത്തുക്കളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്വാമി പറഞ്ഞത് 2500 പേർക്കുള്ള അന്നദാനം കൊടുക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ടാണ്, സ്വാമി കഷ്ടപ്പെട്ടിട്ടാണ് എന്നാണ് പറഞ്ഞത്. സന്യാസിമാരെ ഒന്നടങ്കം പച്ചരിക്കുണ്ടന്മാർ എന്ന് പറഞ്ഞതൊക്കെ ആ സമയത്താണ്. അങ്ങനെ സന്യാസം കൊടുത്തത് വരെ സ്വാമിയാണെന്നുള്ള ആ ഒരു ഭാഗമാണ് സംസാരിച്ച്. വൃത്തികെട്ട ഭാഷയും ഉപയോഗിക്കുന്ന ഭാഷകളെല്ലാം ഒരിക്കലും നമ്മുടെ ആശ്രമത്തിൻ്റെ ഓർഗനൈസിങ് സെക്രട്ടറി എന്നുള്ളതല്ല, ഒരു സന്യാസിക്കോ ഒരു ഓർഗനൈസിങ് സെക്രട്ടറി സ്ഥാനം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്കോ യോജിച്ചതല്ല. പക്ഷേ 1 or 2 തെറ്റുകളോ 5 or 10 തെറ്റുകളല്ല ഇത് കഴിഞ്ഞ 2010 ശേഷം ഞാനും സ്വാമിയായിട്ടുള്ള കൂടുതൽ അടുത്ത സമയങ്ങളാണ് കേരളത്തിന് പുറത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു സ്ഥിരമായിട്ടൊരു സന്ദർഭമായിട്ട് പിന്നീട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. 2009 ഞാൻ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ജോയിൻ ചെയ്ത ഒരു സനോജ് ആൻഡ് ജോർജ് എന്ന് പറയുന്ന നാച്ചുറോപ്പതിയുടെ ഒരു ലേഡി ഡോക്ടർ, GS രവീന്ദ്രൻ സാറിന് അറിയാം. ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവായിരുന്നു. അവർ 2010 ശേഷം അവരെന്നെ പലപ്പോഴായിട്ട്, സ്വാമി എന്നെ വിളിച്ചിട്ട് രാത്രി 12-1 മണിക്കും വിളിച്ചിട്ട് പറയും, അവർ പലതും നല്ല രീതിയിലല്ലാതെ അവർ ചാറ്റ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജുകളെല്ലാം ചീത്ത ലാംഗ്വേജാണ് അവർ ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ അവരെ വിളിച്ച് വഴക്ക് പറഞ്ഞു. കൂടാതെ പിന്നീട് കുറേ കണ്ടിന്യൂ ആയപ്പോൾ അവരുടെ അമ്മയും ഞാൻ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഡൽഹി എത്തിയിട്ടും പിന്നീടും 1-2 വർഷം അത് തുടർന്നു. 5-6 വർഷത്തോളം അവരെ നിരന്തരമായി, അവസാനം അവരെന്നോട് പറഞ്ഞു, ഞാൻ മാത്രമല്ല അതിൻ്റെ പ്രതി, നിങ്ങളുടെ സ്വാമി കൂടെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും അവരെ ചീത്ത പറഞ്ഞു. സന്യാസിമാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതൊന്നും ശരിയല്ല. അങ്ങനെ പലപ്പോഴും പല കുറവുകളും പല കാര്യങ്ങളും എനിക്ക് പിന്നീട് ഈ വീഡിയോ, ഈ വാട്സപ്പിൻ്റെ കോളിന് ശേഷം എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് പറയാൻ മടിയാണ്, അദ്ദേഹത്തിനോട് തുറന്നു പറയാൻ ഭയമാണെന്നാണ് മനസ്സിലായത്. ഗുരുവിനെ ഏറ്റവും അറിയുന്നവർ പോലും ഇത് പറഞ്ഞിരുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയൊരു, ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എന്നിലേക്ക് ഇങ്ങനെയൊരു കാര്യം എന്തിനാണ് തന്നത് എന്ന് പലപ്പോഴും ഞാൻ ഗുരുവിനോട് പ്രാർത്ഥിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഞാനത് ഈ അറിയിക്കാനുള്ള കർമ്മത്തെ ഞാൻ അങ്ങനെ വെറുതെ വിടാനും പോകുന്നില്ല. കാരണം പ്രസ്ഥാനത്തിൻ്റെ ഇത്രയും വലിയൊരു
സ്ഥാനത്തിരുന്നുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവരെല്ലാം പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് പോലും ഇല്ലാതാക്കിയിട്ടാണ് മുകളിലൊരു തെറ്റിൻ്റെ തന്നെ ഒരു വലിയ ഹിമാലയം പോലെ ഞങ്ങളുടെ മുമ്പിൽ നിർത്തിയത്. അപ്പോൾ ഒരു വ്യക്തിപരമായ ഒരു തെറ്റാണെങ്കിൽ ഒരു സൈഡിലൂടെ മാറിയങ്ങ് പോവാം. പക്ഷേ ഇത് പ്രസ്ഥാനത്തെ നയിക്കുന്നവർ തന്നെ, അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്നവർ തന്നെ തെറ്റുകളുടെ വലിയ വലിയ ആവർത്തനങ്ങൾ സ്ഥിരമായിട്ട് വർഷങ്ങളോളം നടക്കുമ്പോൾ, അത് തെളിഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്നെപ്പോലുള്ള പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കതൊന്നും ഒരിക്കലും യോജിക്കുന്ന, ചിന്തിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കർമ്മത്തിൽ ഞാൻ തീർച്ചയായിട്ടും, ഇദ്ദേഹം ഉള്ളിടത്തോളം കാലം ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല. അത് ഞാൻ ഇപ്പോഴത്തെ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. അതുകൂടാതെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റു പല കാര്യങ്ങളും തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്, വീഡിയോയുമുണ്ട്. പക്ഷെ ആ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ ഇപ്പോൾ പറ്റില്ല. അത് കാണിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും വൃത്തികെട്ടതാണ്. കാണിച്ചു കഴിഞ്ഞാൽ അത് പ്രസ്ഥാനത്തെ കൂടെ ബാധിക്കും. അത് പല രീതിയിൽ അത് സ്പ്രെഡായാൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ മാത്രമായിട്ട്, എൻ്റെ കയ്യിൽ മാത്രമായിട്ട് രഹസ്യമായി വയ്ക്കുകയാണ്. അത് കണ്ടതിന് ശേഷമാണ് ഞാനിത് 100% ഇത് സത്യമാണെന്ന് എനിക്ക് ബോധ്യം വന്നതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് സന്യാസി എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് പോലും എനിക്ക് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മാറിയത്. വ്യക്തിപരമായ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇദ്ദേഹം ഡീൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അന്വേഷണ സംഘം ഉടനെ തന്നെ ഇദ്ദേഹത്തെ അന്വേഷിക്കാൻ ആശ്രമത്തിലെത്തുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളും അവരുടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. അത് നമുക്കറിയാം, ഡൽഹിയിലെ ആശ്രമം സ്ഥാപിച്ചിരുന്ന റാം റഹീം, ആശാറാം ബാബു, നമ്മുടെ കേരളത്തിലെ ബിഷപ്പ്, ഇവരെല്ലാം ചെറിയവരായിരുന്നില്ലല്ലോ. ഇവരുടെ എല്ലാം ഉയർന്ന ബന്ധങ്ങളും വിശ്വാസ സമൂഹവും പണവും പ്രതാപവും എല്ലാം ഉള്ളവരാണ്. ഇവരെല്ലാം ഒരു ചെറിയ കാര്യത്തിൽ തുടങ്ങി പിന്നെ അത് വലുതായി അവരുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോവുകയാണ് ചെയ്തത്. മീഡിയ പിന്നെ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കും. നമ്മളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഏറ്റവും ചെറിയൊരു, കുറച്ചാളുകൾ മാത്രമുള്ള ചെറിയൊരു പ്രസ്ഥാനത്തിന് കേരളത്തിൽ വലുതാണെന്ന് പറയാം. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം നമ്മൾ വളർന്നിട്ടില്ല, ബന്ധങ്ങളുമില്ല. അവിടെ നിന്നുകൊണ്ട് ഈ സ്വാമി എന്നെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല, അത്രത്തോളം കോൺഫിഡൻസ് ആയിട്ട് നിന്നിട്ട് സംസാരിച്ചാൽ ഈ ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഗവൺമെൻറ് അന്വേഷണ സംഘമൊന്നും നമ്മളുടെ കയ്യിൽ പോലും ഒതുങ്ങില്ല. ആരാണ് എന്താണ് ഒന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ഈ ബാധിക്കുന്നത് ആശ്രമത്തെ തന്നെയായിരിക്കും. സ്വാമിക്ക് നാളെ കൈയഴിഞ്ഞു പോകാം, പക്ഷേ ഒരിക്കൽ വന്നാൽ പിന്നെ അത് ഫ്ലെയറപ്പ് ആവും. അങ്ങനെ വന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ബോർഡും സന്യാസ സംഘവും അഡ്വൈസറി കമ്മിറ്റിയും എല്ലാം ഇതിന് ബാധ്യത പറയേണ്ടി വരും. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ എതിർപ്പുള്ള വ്യക്തികളുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ വരും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തിലുള്ളവർ, എതിർപ്പുകളുള്ളവരുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളും ഇത് തുടങ്ങുമ്പോൾ വരും. അതും ആശ്രമത്തെ ബാധിക്കും. എന്തും പണം ഉപയോഗിച്ച് ചെയ്യാമെന്ന ധാരണ സ്വാമിയുടെ മിഥ്യയായിരിക്കും. വളരെ വ്യക്തമായ തെളിവുകളോടെയാണ് ഞാൻ, ഇത്രയും പ്രസ്ഥാനത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ തെളിവുകളൊന്നും ഞാൻ തൽക്കാലം, പ്രസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു തെളിവുകളും ഞാൻ ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. പക്ഷേ എൻ്റെ സന്യാസ ജീവിതത്തെ ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് ഞാൻ പ്രവർത്തിക്കുന്നത്, ഇതിനൊരു തീരുമാനമുണ്ടാവും. അദ്ദേഹത്തെ ആശ്രമത്തിൽ നിന്ന് തന്നെ മാറ്റിയില്ലെങ്കിൽ
ഇതിന് വരാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ച് എനിക്ക് അനുഭവങ്ങളുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വരുമ്പോൾ അത് പ്രത്യേകിച്ചും അത് വലിപ്പം കൂടും. ഇപ്പോൾ എനിക്കെതിരെ ഇപ്പോൾ സ്വാമി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലൊരു CI റാങ്കിലുള്ള ആളെ വെച്ചുകൊണ്ട് എൻ്റെ ഫോണുകളെല്ലാം ടാപ്പ് ചെയ്തു. എനിക്ക് അപ്പോൾ ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. ആളുകളെ വെച്ച് എന്നെ പിടിക്കാൻ പ്ലാൻ ചെയ്യുന്നു, അവരെ വിട്ടിട്ടുണ്ട്, അതും എനിക്കറിയാം. എനിക്കെല്ലാ ഇൻഫർമേഷനും ഉണ്ട്. പക്ഷേ എന്നെ കൂടുതൽ ഇനി സ്വാമി ഈ ലെവലിൽ ബുദ്ധിമുട്ടിക്കാൻ വന്നാൽ ഈ കയ്യിലുള്ള ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആ സമയത്ത് ഞാൻ പിന്നെ പറയാതെ ആയിരിക്കും ചെയ്യാം. അതിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും. ഒറ്റ വീഡിയോ മതി സ്വാമിയുടെ എല്ലാ കാര്യങ്ങളെല്ലാം അത് ആകാൻ. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യില്ല. കാരണം പ്രസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു കർമ്മത്തിനും ഞാൻ തുടക്കമിടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറിയിരിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനമായിട്ട് പിന്നീട് നമുക്ക് കാണാം. ഈ സന്യാസ ദീക്ഷയിൽ തന്നെ, ഈ സന്യാസ ദീക്ഷ സമയത്ത് തന്നെ ഗുരുവിൻ്റെ ധർമ്മത്തിന് തടസ്സമായി നിൽക്കുന്ന കർമ്മം മാറിപ്പോവാൻ ഞാൻ ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ. കേട്ടില്ലേ? 2018 പത്മപ്രകാശ് സ്വാമി പുറത്തുവിട്ട ആ ഒരു ശബ്ദരേഖയാണ്. മനസ്സിലായി? വാട്സാപ്പിലൂടെ, ഇതെല്ലാം വാട്സാപ്പിലൂടെ ചാറ്റുകളായാലും കൊള്ളാം, ഈ പറയുന്ന പെൺകുട്ടിയുടെ പെണ്ണിൻ്റെ സ്ത്രീയുടെ വോയിസ് ആയാലും കൊള്ളാം. അത് പുറത്തുവിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതാണ് സംഭവം. അതിനുശേഷം അദ്ദേഹം പുറത്തു വന്നപ്പോൾ 2021 കഴിഞ്ഞപ്പോൾ അദ്ദേഹം വരുന്നു. അതിനുശേഷം സംഘടനയൊക്കെ ആ സംഘടനയുടെ ലേബലിൽ തന്നെ പോലീസ് ഹരാസ്മെൻറ്റ് വന്നപ്പോൾ അത് തന്നെയല്ല, പോലീസ് ഹരാസ്മെൻറ്റ് കൂടാതെ ഈ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി, കാരണം ഇവരുടെ ഗുണ്ടകളുടെ ആക്രമണം പല ഭാഗത്തു നിന്നും വരുന്നെന്നുള്ള സൂചന വന്നപ്പോൾ, ഭീഷണികൾ വന്നപ്പോൾ, സ്ത്രീപീഡന കേസുകൾ കൊടുക്കാൻ പോയപ്പോൾ, പോക്സോ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു. അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടി. ഈ അമൃതാജിൻ്റെയും ഗുരുദത്ത് സ്വാമി. അപ്പോൾ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടേ കൊടുത്തേക്കണത് എന്താണെന്നറിയാമോ? ഇവർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പറഞ്ഞപ്പോൾ പറയണത് ഈ അമൃതാജിന്നി പാവമാണ്, അമൃതാജിന്നിക്ക് ഇവിടെ വലിയ റോളൊന്നുമില്ല, അമൃതാജിന്നി ആത്മീയപരമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ത്രീ മാത്രമാണെന്നുള്ളതാണ്. മനസ്സിലായ? ഹൈക്കോടതി കൊടുത്താണ്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തി കൊടുത്ത് ഇവരുടെ ബൈലോയിൽ പറയുന്നത് ഇവിടെ ആശ്രമത്തിൻ്റെ സർവാധികാരി അവരാണ്. അവർക്ക് ബ്രഹ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ അനുസരിച്ചാണ് ഇവിടെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ എല്ലാം ഉണ്ടാക്കുന്നത്. 10-25 കൊല്ലമായിട്ട് ഈ സ്ഥാനങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. മനസ്സിലായോ? ഇതിൻ്റെ ഫിനാൻസ് സെക്രട്ടറി എന്ന് പറയുന്നത് നിർമ്മലാചാര്യ എത്രയോ വർഷമായി ആ സ്ഥാനത്തിരിക്കുന്നത്, ഉറച്ച സീറ്റായിട്ട്. ഗുരു 1 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. ഗുരു സെറ്റ് ചെയ്ത ബൈലോയിൽ ഗുരുവാണ് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ പിൻ ചെയ്യാം. മനസ്സിലായി? ഗുരു പറഞ്ഞ ഗുരുവാണിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ പിൻ ചെയ്യാം. ഗുരു എന്താണ് ഈ പ്രസ്ഥാനം എങ്ങനെ കൽപ്പാന്ത കാലം വരെ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഇനി പല സ്ഥലത്തും ഞാൻ പിൻ ചെയ്യും. കാരണം വെച്ചാൽ അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. കാരണം ആടിനെ പട്ടിയാക്കി പട്ടിനെ പേപ്പട്ടിയാക്കുന്ന ആ പ്രവണത ഇനി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവർ എന്നിട്ട് എന്താ ചെയ്യണത്? എന്നിട്ട് ബൈലോ ഞാൻ ഹാജരാക്കിയപ്പോൾ അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മനസ്സിലായത്. പോലീസ് പ്രൊട്ടക്ഷൻ പാസ്സാക്കുകയും ചെയ്തു. പോലീസ് പ്രൊട്ടക്ഷൻ പാസ്സാക്കിയല്ല, അത് ബഹുമാനപ്പെട്ട കോടതി വിധി വന്നു. പോലീസ് പ്രൊട്ടക്ഷൻ പത്മപ്രകാശ് സ്വാമിക്ക് അനുവദിച്ചുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഈ ശാന്തിനി ആശ്രമം കൊടുത്തിരിക്കുന്ന എന്താണ് സത്യവാങ്മൂലം. ആദ്യം ബൈലോയുടെ കോപ്പി, കുറച്ച് ഭാഗങ്ങൾ. മനസ്സിലായ? എന്നുവെച്ചാൽ ഒരുപാട് പേർക്ക് അന്നദാനം കൊടുക്കുന്ന ഒരു ഇതാണ് ഇവിടെ. പിന്നെ കുറേ മൊഴികൾ ഇയാളെ എന്ന് വെച്ചാൽ പത്മപ്രകാശ് സ്വാമിനെ മോശക്കാരനായിക്കൊണ്ടുള്ള കുറേ മൊഴികൾ, പിന്നെ പോലീസ് കേസിന് കൊടുത്ത മൊഴികൾ, ഗുരുരത്നസ്വാമി എന്ന് പറയുന്ന അയാളുടെ മൊഴികൾ, അങ്ങനെ കുറേ മൊഴികളൊക്കെ വെച്ചിട്ട് ഇത് 2000 പേർക്ക് കൊടുക്കും, അന്നദാനം ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്. അതൊക്കെ നമ്മുടെ ലുലു മാളിൻ്റെ ഓണറായ MA യൂസഫ് അലി സാറിനൊക്കെ പറ്റിക്കുമ്പോഴാണ് കോടതിനെയും പറ്റിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായ? അദ്ദേഹത്തിൻ്റെ 10 ലക്ഷവും 25 ലക്ഷമൊക്കെ ഇവർ മേടിക്കുന്നുണ്ട്. കാരണം പറയുന്നത് വെച്ചാൽ ഡെയിലി 2000 പേർക്ക് അന്നദാനം കൊടുക്കുന്ന പ്രസ്ഥാനമാണെന്ന് പറയുന്നത്.
2000 പോയിട്ട് 200 പേർക്ക് അന്നദാനം കൊടുക്കണമെന്ന് അറിയാൻ പാടില്ല. ജോലിക്കാർക്ക് ശമ്പളവും മറ്റ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുക്കുന്നത് അന്നദാനത്തിൽ പെടില്ല. ജോലിക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലും അത് അന്നദാനമായിട്ട് വിടുന്നില്ല. വിശക്കുന്നവൻ വരുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കുന്നതാണ് അന്നദാനം. അത് എത്ര പേർക്ക് ഇവർ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ആലോചിക്കുന്നത്. ചിലപ്പോൾ ഇവർ എനിക്ക് തോന്നുന്നത് അന്നദാനം എന്നും പറഞ്ഞ് ഈ വെജിറ്റബിൾ സ്റ്റാളിൽ ഏറ്റവും കൂടിയ റേറ്റിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അന്നദാനത്തിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തി അതൊക്കെ പലയിടത്തും ഇവർക്കൊക്കെ കൊണ്ട് കൊടുക്കേണ്ടെന്നറിയില്ല. അതൊക്കെ കൃത്യമായിട്ട് 100 രൂപയാണ് പുറത്തെങ്കിൽ 150 രൂപ ഇവിടെ മേടിച്ചിട്ടാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? വെജിറ്റബിൾ ഫുഡ് സ്റ്റാളിൽ വെജിറ്റബിൾ ഫുഡും പിന്നെ വെജിറ്റബിൾ സ്റ്റാളും ഉണ്ടല്ലോ, പച്ചക്കറി വിൽക്കുന്നതും ഹോട്ടലും ഉണ്ട്. അപ്പോൾ അവിടേക്കെന്ന് പറഞ്ഞാൽ ഈ ഹൈവേ സൈഡിൽ തന്നെയാണ് പണം നന്നായിട്ട് മേടിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് 2000 പേര് എന്നാലും തികയൊന്നും തോന്നുന്നില്ല. മനസ്സിലായോ? കാരണം കുറേ ആൾക്കാർ ഇപ്പോൾ വീടുകളിൽ പോയി അവരെ വീടുകളിൽ പോയി, കാരണം ഫുഡ് വളരെ ക്വാളിറ്റി കുറഞ്ഞ ഫുഡ് ആയതുകൊണ്ട് ഗുരു പക്ഷേ കറക്റ്റായിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അന്നദാനമാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇതെല്ലാം വ്യവസായവൽക്കരിച്ചപ്പോൾ ലാഭം നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നത്. മനസ്സിലായി? ഗുരുവിൻ്റെ ഗുരുജയന്തിക്ക് പോലും ഈ ചമ്മന്തിയും രസവും മാത്രമാണ് ഒരിക്കൽ കൊടുത്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ പണമില്ലാണ്ടല്ല, പരമ്പരേനെ പിഴിഞ്ഞ് ഊറ്റിപ്പിഴിഞ്ഞ് ഒരുപാട് പൈസ ഇവർ സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിലേക്ക് അയക്കുന്നു. മനസ്സിലായത്? ഇതിന് മാത്രം പണം ഇവർക്ക് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് മനസ്സിലായത്. ഇതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും. ഇതുപോലെ ആരാധനാലയത്തിൽ നിന്നും പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ അടിച്ചു മാറ്റേണ്ട പണം ഒരിക്കലും അവരുടെ സന്തതി പരമ്പരയോ അനുഭവിക്കേണ്ടി വരും. തീർച്ചയായ കാര്യമാണ്. മനസ്സിലായത്? ഇത് ശ്രീകുട്ടിയും ശ്രീമതി ആൻ്റിയും പറയും പോലെ നമ്മൾ ആരോപണങ്ങളൊന്നുമല്ല, വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ അധികാര സ്ഥാനത്ത് പണം കൊടുത്തും ഫ്രീ മസാജുകൾ ചെയ്തും പല ആനുകൂല്യങ്ങൾ ചെയ്തും എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരെ പറ്റിക്കാൻ ഒരുപാട് ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ല. എന്നെങ്കിലും ഇത് പിടിവീടും. മനസ്സിലായില്ലേ? അപ്പോൾ പത്മപ്രകാശ് സ്വാമി ലാസ്റ്റ് പറഞ്ഞൊരു വാക്കും കൂടി നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹം പറയുകയാണ് ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുമെന്നറിയാം, എന്നാലും ഞാനും എൻ്റെ വഴി നോക്കും, എൻ്റെ കയ്യിൽ ഇതിൽ കൂടുതൽ രേഖകളുണ്ട്. മനസ്സിലായില്ലേ? അദ്ദേഹം ഏതെങ്കിലും ഒരു കാലത്ത് അത് പുറത്തു വിടുമായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിന് അപ്പുറമുള്ള രേഖകൾ ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. മനസ്സിലായി? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അവസാനത്തെ വാക്കുകൂടി ഒന്ന് കേൾക്കാം. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഗുരുരത്നം സ്വാമി ഇതിനോടകം സ്നേഹയടക്കം എല്ലാവരെയും കയ്യിലെടുക്കും എന്നെനിക്കറിയാം. മാത്രമല്ല, എനിക്കെതിരെ പല ഇല്ലാത്ത ആരോപണങ്ങളും ചമച്ച് അതിൻ്റെ തെളിവുകളായി പലരെയും അണിനിരത്തുമെന്നും അറിയാം. ഇങ്ങനെ പല ഡ്രാമകളും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനും പ്രവർത്തിക്കാൻ പോകുന്നത്. കേട്ടില്ലേ? ഈ ചാറ്റുകളും ഈ അദ്ദേഹത്തിൻ്റെ വോയിസും ഒക്കെ ആദ്യത്തെ 21 മിനിറ്റുള്ള വോയിസും പുറത്തുവിട്ടിട്ട് അദ്ദേഹം അവസാനമായി അന്ന് പുറത്തുവിട്ട ആ വോയിസാണിത്. അവസാനം പുറത്തുവിട്ടെന്ന് വെച്ചാൽ ലാസ്റ്റ് അതിൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യമാണിത്. മനസ്സിലായില്ലേ? ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ ഗുരു എന്താണ് ഇവിടുത്തെ ബൈലോയും ആശ്രമ സംവിധാനത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്ക് നമുക്ക് കേൾക്കാം. കാരണം കുഞ്ഞിക്കണ്ണൻ സാറ് എന്തിനെ ആസ്പദമാക്കി പറഞ്ഞു ആ കാരണത്താൽ കുഞ്ഞിക്കണ്ണൻ സാറ് പുറത്തായി. ഇയാളുടെ സ്ത്രീവിഷയം ഒരുപാട് സ്ത്രീവിഷയങ്ങളുണ്ട് ഗുരുനാഥൻ്റെ പേരിൽ, ഒരുപാടുണ്ട്. മനസ്സിലായില്ലേ? പോലീസ് കേസ് വരെ ആയതുണ്ട്. പക്ഷേ എന്നിട്ടും ഇവർ സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിർത്തണമെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ പരസ്പര പൂരകങ്ങളാണ്. ഈ അമൃതാജിനിയും ഗുരുസ്വാമി എന്ന് പറയുന്നത് അവർ ഒന്ന് ഇല്ലെങ്കിൽ മറ്റൊന്നില്ല എന്ന് പറയും പോലും. കാരണം ഒന്നില്ലാതെ ആയാൽ മറ്റൊന്നിനെ തകർത്തുകൊണ്ടേ ഒന്നില്ലാതാവുള്ളൂ. അങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇപ്പോൾ അമൃതാജിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല, ഈ ഗുരുരത്നസ്വാമിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം ആ സത്യം ഇന്നല്ലെങ്കിൽ നാളെ പരമ്പര തിരിച്ചറിയും. മനസ്സിലായില്ലേ? ഈ പറയുന്ന ശ്രീകുട്ടീനേലും ശ്രീമതി ആൻ്റിനേലും വളരെ രീതിയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ സത്യം മനസ്സിലാക്കുമ്പോൾ ആ സത്യം മനസ്സിലാക്കി അത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഭാവികളായി മാറും. മനസ്സിലായേ? ഇത് പരമ്പര മനസ്സിലാക്കി അവർ സൂക്ഷിച്ച് ജീവിക്കണം. നമ്മുടെ അനുഭവം നമ്മൾ പറയണമെന്ന് വെച്ചാൽ നമ്മളുടെ ഗുരുവിൻ്റെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ പേരിൽ ഇനി ഒരു പരമ്പരേനെയും പൊതുസമൂഹത്തിനെയും ഈ പറഞ്ഞ അമൃതാജിനെയും ഗുരുരത്നസ്വാമി എന്ന് പറയുന്നവർ വഞ്ചിക്കാൻ പാടില്ല. അവരുടെ ആ ഒരു ഗ്യാങ് ഉപജാപക വൃന്ദവും പറ്റിക്കാൻ പാടില്ല. മനസ്സിലായില്ല? ഇവരുടെ സ്വന്തം പേരിൽ ഇവർ പറ്റിക്കുക ചതിക്കുക എന്ത് വേണം ചെയ്തിട്ട് നമ്മളെ ബാധിക്കില്ല. നമ്മൾ വിശ്വസിക്കുന്ന ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ പേരിൽ ഇനി പരമ്പരയിൽ ആരെയും വഞ്ചിക്കുകയോ ചതിക്കാനോ പാടില്ല. സ്വത്തായാലും കൊള്ളാം, ധനമായാലും കൊള്ളാം, മാനസികമായാലും കൊള്ളാം, ശാരീരികമായാലും കൊള്ളാം, ഒരു രീതിയിലും ചൂഷണം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും.
മനസ്സിലായി? അതിപ്പോൾ ശ്രീകുട്ടി എന്നല്ല, ശ്രീമതി ആൻറ്റി എന്നല്ല, ആരൊക്കെ വന്ന് പറഞ്ഞാലും ഒരുപാട് ആൾക്കാരെ വിലക്കെടുത്ത് അവരെ കൊണ്ടൊക്കെ പാണനെ കൊണ്ട് പാടിപ്പിക്കുന്ന പോലെ പാടിപ്പിക്കുന്നുണ്ട് ഒരുപാട് ആൾ. കാരണം അവരുടെ അനുഭവം പറയും, ശിഷ്യഭൂവിനെ പൊക്കി പറയും, ഗുരുരത്നനെ പൊക്കി പറയും. അതൊരു ടാർഗറ്റാണ്. സത്സംഗം എന്നാണ് പേര്. അത് സമൂഹത്തിലുള്ള വിലയുള്ള ആൾക്കാർ, ഡോക്ടർമാരുണ്ട്, ജന്യമാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ വെച്ചിട്ടാണ് ഈ കലാപരിപാടി നടക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ നമ്മൾക്ക് ആ ഗുരുവാണി കേൾക്കാം. ഗുരു പറഞ്ഞിരിക്കുന്ന ആശ്രമ സംവിധാനം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ലാസ്റ്റ്. ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും മാനിക്കുകയില്ല, കൊണ്ടുപോവുകയില്ല എന്നുള്ള തീർപ്പായി. ഈ സംഘത്തിനൊരു തീർപ്പ് അതുണ്ടാക്കിയ ആൾ ചെയ്യുന്നു. അവൻമെൻ്റ് ഇല്ല പിന്നെ. അതായത് ഇപ്പം 4 സന്യാസിമാർക്ക് 1 കൊല്ലം ഭരിക്കാം. അത് ഗൃഹസ്ഥാശ്രമിക്കും ഈ പറഞ്ഞവർക്ക് ഒരിഷ്ടമല്ലെന്ന് കണ്ട ഉടനെ ഇഷ്ടമാണെങ്കിലും കൂടെ അടുത്ത 4 പേരെ തിരഞ്ഞെടുത്തോണം. ഈ സംഘം എല്ലാം കൂടി ചേർന്നിട്ട് തൃപ്തിയായിട്ട് 4 പേരെ തിരഞ്ഞെടുക്കുക 1 കൊല്ലത്തിനകം. 1 കൊല്ലം കൂടുതൽ പാടില്ല. എന്താണെന്നറിയാമോ? അടുത്ത കൊല്ലം ഇത് വീണ്ടും അത് പ്രയാസപ്പെടുത്തിയിട്ടേ ഇവർ പോകുള്ളൂ. അതന്നെ ഈ സന്യാസ സംഘത്തിൽ നിന്ന് സഹിക്കാൻ വയ്യാത്ത ഒരു തെറ്റ് കണ്ടാൽ ആ ആളെ ആജീവനാന്തം പിരിച്ചുവിടുക. ഒരു ഭരിക്കുന്നെന്ന് വെച്ച് വേറെ ഒരു അധികാരം ഇവർക്ക് വേറെ കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല. സംഘത്തിൻ്റെ മറ്റ് ഗൃഹസ്ഥാശ്രമ അംഗങ്ങളും ഉണ്ടല്ലോ, അവരോട് ചോദിച്ചിട്ടല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയില്ല, വരില്ല. തുല്യ അവകാശത്ത് നിന്നില്ലെങ്കിൽ ഇവര് ഇത് ചതിച്ചളയും. ഇപ്പോൾ ഒരാൾ കാണുകയാണ്, അതിൻ്റെ വ്യക്തമായ കാര്യം പറയുകയാണ്. ഒരാളിത് ഇങ്ങനെ ഒരു പാത്രം കണ്ട് ഈ പാത്രത്തിൽ എല്ലാവരെയും കൂടി വാരിയിട്ടു. മനസ്സിലായില്ലേ? ഇല്ല, എല്ലാവരെയും കൂടി ആരെയാണ് വാരിയിട്ട്? ഈ ഗുരു ശിഷ്യന്മാരെ. അതിൽ പിന്നെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഈ വാരിയിട്ട് ചാടിപ്പോകാതിരിക്കാനായിട്ട് ഒരു പാത്രം. ഇതിന് മനസ്സിലായില്ല. ഈ പാത്രത്തിൽ വാരിയിട്ടിരിക്കുകയാണ്. അത് സംഘം എന്നർത്ഥം. ഇതിനെ ഈ സംഘത്തിൽ നിന്ന് ചാടിപ്പോയാൽ അതിനെ കവർ ചെയ്തുള്ള പാത്രമാണ് ഗൃഹസ്ഥാശ്രമം. മര്യാദയ്ക്ക് നിന്നോണം. ഈ ഭരണ സംവിധാനത്തിനുണ്ട് സന്യാസിമാരുടെ വാക്കുകളിൽ ഈ താഴ്ചയുള്ള ആളുകൾ പറയുന്നത് മുൻഗണന കൊടുത്തുകൊണ്ട് കാര്യങ്ങളോട് തീരുമാനിക്കും. അത് അങ്ങനെ പോയാൽ അവർ തെറ്റും. നമുക്കൊരു അറിവിന് അവർ പറയുക ഇന്നതൊക്കെയാണ്. സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അതിലുള്ള കുഴപ്പമെന്ന് ആരറിയും? അത് തന്നെ അപ്പോഴേ അവർ ഉള്ളവർ തിരഞ്ഞെടുക്കട്ടെ. അതൊന്നും അത് ഒരുപാട് പേര് കാണും. ഇതിന് ഗൃഹസ്ഥാശ്രമികളായിരിക്കും ചിലപ്പോൾ കൂടുതൽ മുന്നിൽ വരുന്നത്. കാഴ്ചയുള്ളവർ, കാര്യം അറിയാവുന്നവരും ഗൃഹസ്ഥാശ്രമികൾ വരും. ഈ നിയമം പിന്നെ എന്നുവരെ ഈ ആശ്രമം പരമ്പരയെ നിലനിൽക്കും, അന്ത്യം വരെയാണ്. മാറ്റമില്ല. ഞാൻ ഇത് സംസാരിക്കുകയാണ്, നിങ്ങളെല്ലാം എഴുതി വെച്ച്. അപ്പം ഇപ്പം നമ്മൾ കേട്ടാണ് ഗുരുവിൻ്റെ പ്രസ്ഥാനം, അതായത് ശാന്തിഗിരി പരമ്പര കൽപ്പാന്ത കാലത്തോളം എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഗുരു സംസാരിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണിത്. ഇതിൻ്റെ ഫുൾ കേൾക്കാനാണെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ, ഈ ചാനലിൽ തന്നെ 150 ഗുരുവാണി 155 156 ആ ഗുരുവാണികൾ ശ്രമിച്ചാൽ മനസ്സിലാവും. അത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ കേട്ടത്. ഇത് മുഴുവനായിട്ട് കേൾക്കേണ്ടവർക്ക് ആ ചാനലിൻ്റെ അത് ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അതുകൂടാതെ നമ്മുടെ കുഞ്ഞിക്കണ്ണ സാറ് അഭിമുഖം, കുഞ്ഞിക്കണ്ണ സാറിൻ്റെ അഭിമുഖം, ഗുരുവോടൊത്ത് വസിച്ച അല്ലെങ്കിൽ ജീവിച്ച, ഗുരുവെ കണ്ടുമുട്ടിയ ഒരുപാട് അനുഭവങ്ങൾ പറയുന്ന ഒരു വീഡിയോ നമ്മുടെ അഭിമുഖമുണ്ട്. അത് 2022 നമ്മുടെ തന്നെ ചാനലിൽ ഫെബ്രുവരി 6 നമ്മുടെ തന്നെ ചാനൽ, ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക. അപ്പോൾ ഈ 3 വീഡിയോകളും ഫുള്ള് കാണുക. സദ്വേഷണം.